ഇസ്ലാമിന്റെ പ്രബോധന കാലഘട്ടത്തിന്റെ തുടക്കം അള്ളാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്ക കാലഘട്ടത്തെ കുറിച്ച് നമുക്കറിയാം. അനുഭവിക്കാൻ ഇനി ദാരിദ്ര്യം ബാക്കിയില്ല, പഴി കേൾക്കാൻ ഇനി ഒന്നും ബാക്കിയില്ല. പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും കൊലപാതകത്തിന്റെ ആലോചനകളുമായി നാല് ഭാഗത്തിരുന്ന വേദനകൾ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരിഞ്ഞു മുറുകിക്കൊണ്ടിരിക്കുമ്പോ ആ സഹനത്തിന്റെയും ആ ക്ഷമയുടെയും ആ പുഞ്ചിരിയുടെയും ആ വാത്സല്യത്തിന്റെയും ആ ലാളനയുടെയും കണക്കുകൂട്ടലുകൾ മനസ്സിലാക്കി കല്ലെറിയാൻ വന്നവരും കൊല്ലാൻ വന്നവരൊക്കെ അവസാനം ആ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ജീവിതം തന്നെ എന്റെ സന്ദേശമാണ്, പ്രഭാഷണമല്ല, പ്രബന്ധമല്ല, എഴുത്തല്ല, പ്രസംഗമല്ല, എന്റെ ജീവിതം തന്നെയാണ് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയ സന്ദേശമെന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ച് കാണിച്ചു കൊടുത്ത ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മുന്നിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം കണ്ടപ്പോ ശത്രുക്കൾ പോലും വാള് അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ പ്രവാചകന്റെ കാൽപാദത്തിലേക്ക് വന്നിരുന്ന് ഷഹാദത്തുകൾ പറയാൻ തുടങ്ങി. എത്രയോ ആളുകൾ എവിടെ മുഹമ്മദ് എന്ന് പേര് ചൂരിപ്പിടിച്ച വാളുമാർ ഉറയിൽ നിന്ന് വാളൂരിയാൽ അത് രക്തം പുരളാതെ ഇന്ന് വരെ ജീവിതത്തിൽ തിരിച്ചു വെച്ചിട്ടില്ലാത്ത ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചരിത്രം പറയുന്നു. ആ ഉമർ റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച വാളുമാർ കുതിരപ്പുറത്ത് കയറി യാത്ര ചെയ്യുമ്പോൾ മക്ക പർവ്വതങ്ങൾ വരെ കിടുകിടാ വിറച്ചുപോയി എന്ന ആ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് വാളൂരി പ്രവാചകരുടെ കാൽക്കലേക്ക് വന്ന ആ ബഹുമാനപ്പെട്ടവർ അവസാനം ഷഹാദത്ത് കലിമ പറഞ്ഞ് വാളു വലിച്ചെറിഞ്ഞ് മുത്തറസൂലിന്റെ മാരടത്തിലേക്ക് തല ചേർത്ത് വെച്ചുകൊണ്ട് ഷഹാദത്ത് കലിമ പറഞ്ഞ ചരിത്രം വല്ലാതെ പുളകം കൊള്ളുന്ന രംഗമാണ്. അങ്ങനെ എത്രയെത്ര ആളുകൾ അവസാനം ഇസ്ലാമിലേക്ക് ജനങ്ങൾ ഇങ്ങനെ കടന്നു വരാൻ തുടങ്ങിയപ്പോ ഇസ്ലാമിന്റെ ബദ്ധവൈരികളാണ്, ശത്രുക്കളാണ് ഒരു വിഭാഗത്തിന് തീരെ അത് സഹിക്കാൻ കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അത്ഭുതകരമായ സംഭവം നടന്നതാണ് ഹുദൈബിയയുടെ സമയം. ആയിരക്കണക്കിന് ആളുകൾ രഹസ്യമായും പരസ്യമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഇസ്ലാം മതം സ്വീകരിക്കാൻ വരുമ്പോ ഇസ്ലാം മതം സ്വീകരിക്കാൻ വരുന്നവരിൽ വാപ്പയെ മറന്നുകൊണ്ടുവരുന്ന മക്കളുണ്ടായിരുന്നു, ഉമ്മയെ കളഞ്ഞിട്ട് വരുന്ന മക്കളുണ്ടായിരുന്നു. സ്വത്തും കൊട്ടാരവും പദവിയും പവറും കുടുംബ മഹിമയും ഒന്നും നോക്കാതെ ഇനി എനിക്ക് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഇസ്ലാമിന്റെ ആദർശം മതി എന്ന് പറഞ്ഞുകൊണ്ട് ആവേശത്തോടുകൂടി പഠിച്ചുകൊണ്ടിരുന്ന ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒഴുകിയെത്തിയിരുന്നവരായിരുന്നു ഹുദൈബിയ കാലഘട്ടത്തിലെ എന്റെ പ്രിയപ്പെട്ടവരെ മുത്തറസൂലിന്റെ മുമ്പ് കുറെ ആളുകൾ. അവരെല്ലാവരും വന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത് വന്ന് ഇസ്ലാം മതം സ്വീകരിച്ച റാഹത്തായിട്ടിരിക്കുമ്പോ അവരുടെ ബന്ധുക്കളും അവരുടെ കുടുംബക്കാരുമെല്ലാം അവരുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ സമ്പന്നരുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിലേക്ക് വരികയാണ്. അവര് വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, ഞങ്ങളൊരു പരാതി പറയാൻ വേണ്ടി വന്നതാ. എല്ലാവരെയും മയക്കിയെടുത്തതുപോലെ, എല്ലാവരെയും കുറ്റപ്പെടുത്തിയതുപോലെ, എല്ലാവരെയും കൈവശപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നീ തട്ടിയെടുത്ത ആ ഒരു വിഭാഗം ജനങ്ങളെ ഞങ്ങൾക്ക് തിരിച്ചു തന്നില്ലാരെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോവില്ല, അവരെയും കൊണ്ടേ ഞങ്ങൾ പോവുകയുള്ളൂ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന്, ഞങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ നിന്റെ മുമ്പിലേക്ക് വന്ന് ഇസ്ലാമരം സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ ഇസ്ലാമരം വളഞ്ഞിട്ട് അവരെ ഞങ്ങളോടൊപ്പം തിരിച്ചുവിട്ടില്ല എങ്കിൽ ഇവിടെ നിന്ന് ഞങ്ങൾ മടങ്ങിപ്പോവില്ല എന്ന് ശക്തിയുക്തം പാലിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മുഖത്തേക്ക് നോക്കി, എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? വന്നവർ പറഞ്ഞു, ഇന്നമാ ഖറജു ഫിറാറൻ മിൻ അംവാലിനാ, അവർ വന്നിരിക്കുന്നത് ഞങ്ങളുടെ സമ്പത്തെല്ലാം കളഞ്ഞിട്ടാണ്, ഞങ്ങളുടെ മനോഹരമായ വീടും കൊട്ടാരവും സ്വവസതിയും സന്തോഷവും എല്ലാം കളഞ്ഞിട്ടാണ് മുഹമ്മദേ യതീമായ നിന്റെ മതത്തിന്റെ ആദർശം സ്വീകരിക്കാൻ വേണ്ടി അവർ വന്നത്. അവർക്കറിയില്ല ഇസ്ലാം കള്ളത്തരമാണ്, പൊള്ളയാണ്, മോശമാണെന്ന് അവർക്കറിയില്ല. അതുകൊണ്ട് അവരെ നീ പിടിച്ചു വെക്കാതെ തിരിച്ചുവിട്ടില്ലെങ്കിൽ നിന്നോടൊപ്പമുള്ളവരെയും നിന്നെയും ഞങ്ങൾ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അവർ വിചാരിച്ചത് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് കാരുണ്യത്തിന്റെ വർത്തമാനം മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നയാളാണ് എന്ന ഒരു തെറ്റിദ്ധാരണ അവർക്ക് വന്നുപോയി. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ജീവിതത്തിൽ ആദ്യമായിട്ട് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അല്ലാഹു പടച്ചതമ്പുരാനെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാ, ഇനി എന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ സംസാരിച്ചാൽ ഇനി എന്നോട് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കടന്നു വന്ന മുസ്ലിമായവരെ തിരിച്ചു വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അവരാരെയും നിങ്ങൾ നിർബന്ധിച്ച് മുസ്ലിമാക്കിയതല്ല. ഇസ്ലാമാണ് സത്യമെന്ന് മനസ്സിലായപ്പോ ആകാശത്തിന്റെ അധിപനായ, പ്രപഞ്ചത്തെ പടച്ചവനാണ്, ഭൂമിയെ പടച്ചവനാണ്, സൃഷ്ടിസ്ഥിതി സമാനകർത്താവാണ്, പ്രപഞ്ചനാഥനാണ്, ഏക ഇലാഹാണ് എന്ന തിരിച്ചറിവും ബോധവും ഉണ്ടായപ്പോ ആ
പ്രവാചകന്റെ ആ ഏറ്റവും വലിയ തൗഹീദിന്റെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രവാചകന്റെ ഏറ്റവും വലിയ പ്രബോധനവുമായി കടന്നു വന്ന പ്രവാചകനാണ് ഞാനെന്നവർക്ക് മനസ്സിലായപ്പോഴാണ് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് കൊണ്ട് നിങ്ങളെ ഒരിക്കലും നിങ്ങൾ വെറുതെ വിടില്ല. അവരെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് ഒരു പിടിച്ച വാളുമാർ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ശിരസറ്റ് പോലെ കവന്തത്തെ വാളിന്റെ മൂർത്തന്യവും കുത്തിവെച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ഏറ്റവും വലിയ ധീരനായ ഒരു യോദ്ധാവിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്കിടയിലേക്ക് പറഞ്ഞുവിടും. അതുകൊണ്ട് തന്തഹുന്ന ഈ വർത്തമാനം അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോകണമെന്ന് പറയുമ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾ ആ വാക്ക് കേട്ടുകൊണ്ട് അവിടെ നിന്ന് മടങ്ങിപ്പോയി. വാളും കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ആരെയും നോക്കാതെ നിങ്ങളുടെ തലവെട്ടിയെറിയുന്ന ധീരനായ ഒരാള് അല്ലാഹു നിങ്ങൾക്കിടയിലേക്ക് പറഞ്ഞു വിടുന്നതിന് മുമ്പ് നിങ്ങൾ എഴുന്നേറ്റ് വെച്ചോ എന്ന് റസൂലുള്ള പറഞ്ഞപ്പോ അവിടെ തെളിച്ചുകൂടിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹാബികൾ മുഖത്തോട് മുഖം നോക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ധീരനായ ധൈര്യശാലിയായ അഭ്യസ്തവിദ്യനായ ആ യുവത്വം തുളുമ്പുന്ന യുവനേതാവ് ആരായിരിക്കുമെന്നവർക്ക് സംശയം വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എഴുന്നേറ്റു. അല്ലാഹുവിന്റെ റസൂൽ, അത് ഞാനാണോ ഹബീബേ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് മൂർച്ചയുള്ള വാളും കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങയുടെ കാവൽക്കാരനായി, ദീനിന്റെ കാവൽക്കാരനായി, സഹാബത്തിന്റെ കാവൽക്കാരനായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആയിരക്കണക്കിന് പാവപ്പെട്ടവർക്ക് ഏറ്റവും വലിയ കാവൽ നിൽക്കുന്ന യോദ്ധാവിനെ കുറിച്ച് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചാണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞവിടെ ഇരിക്കണം അബൂബക്കറെ, നീയല്ല. മൻ ഹുവ യാ റസൂലല്ലാഹ്, ആ വ്യക്തി ആരാണെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീയല്ല അബൂബക്കറെ, അവിടെ ഇരിക്കുക. രണ്ടാമത്തെ ആൾ എഴുന്നേറ്റ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിൽ ധൈര്യത്തിന്റെ കഥ പറഞ്ഞാൽ, നീതിയുടെ കഥ പറഞ്ഞാൽ, യോദ്ധാവിന്റെ കഥ പറഞ്ഞാൽ അതിനപ്പുറം പറയാൻ മറ്റൊരാളില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നപ്പോൾ സഹാബികൾ വിചാരിച്ചു ഉമറായിരിക്കുമെന്ന് കരുതി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമറേ നീയല്ല അവിടെ ഇരിക്കുക. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ്, ഉസ്മാനേ നീയല്ല അവിടെ ഇരിക്കുക. എല്ലാ സഹാബികളും അത്ഭുതത്തോടുകൂടി കാത്തിരുന്നു. ആരാണ് ആ ധീരയോദ്ധാവെന്നറിയാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിനോട് ഒരുമിച്ചെഴുന്നേറ്റുകൊണ്ട് പ്രിയപ്പെട്ട സഹാബികൾ ചോദിച്ചു, മൻ ഹുവ യാ റസൂലല്ലാഹ്? ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മുന്നിൽ ഒരു വലിയ ഭീഷണിയുടെ സ്വരം മുഴക്കിയിട്ട് അവരെ വിരട്ടി പറഞ്ഞേക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഏറ്റവും വലിയ ഈമാനിന്റെ, ഏറ്റവും വലിയ ധൈര്യത്തിന്റെ, ഏറ്റവും വലിയ അഭ്യാസത്തിന്റെ, ഏറ്റവും വലിയ സ്ഥൈര്യത്തിന്റെ കഥയുമാറി കടന്നു വന്ന യോദ്ധാവ് ആരാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആസിഫുൻ അലീ, ഇന്നലെ രാത്രിയിൽ ഇശാ നമസ്കാരം കിടന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് അങ്ങയുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന് ചില കേടുപാട് വന്നിട്ടുണ്ട്, അത് ശരിയാക്കി കൊണ്ട് തരാമെന്ന് പറഞ്ഞ് എന്റെ കാലിൽ കിടന്ന ചെരുപ്പ് വാങ്ങിക്കൊണ്ടുപോയ ഒരു സഹാബിയാണത്. അതാ നിങ്ങൾ അങ്ങോട്ട് നോക്കുക, ആ മനോഹരമായ ഇന്ദമരത്തിന്റെ കവാടം തുറന്നുകൊണ്ട് കടന്നു വരുന്ന സഹാബിയെ കുറിച്ചാണ്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് മൂർച്ചയുള്ള വാളുമായി ഇറങ്ങി വരുന്ന ധീരനായ യോദ്ധാവെന്ന് ഞാൻ ഇസ്ലാമിന്റെ ശത്രുക്കളോട് ഭീഷണി മുഴക്കി പറഞ്ഞു കൊടുത്തരെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ എല്ലാ സഹാബികളും ചിന്തിക്കുന്നു, അല്ലാഹ് ഇന്നലെ പ്രവാചകന്റെ ചെരുപ്പ് വാങ്ങി കൊണ്ടുപോയതാരാ? മുത്ത റസൂൽ ധരിക്കുന്ന ചെരുപ്പ് നേരെയാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാരാ? എല്ലാവരും നോക്കിയിരിക്കുമ്പോ കവാടം കടന്നുകൊണ്ട് കിടന്നു വരുന്നതാരാ? ഇസ്ലാമിക ചരിത്രത്തിൽ അതുപോലെ ഒരു ചരിത്രം എന്റെ പ്രിയപ്പെട്ട കൊച്ചാലമോടുകാരാ ഇന്ന് വരെ ജീവിതത്തിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എത്രയോ ലക്ഷക്കണക്കിന് സഹാബികൾ കടന്നു വന്നു പോയിട്ടുണ്ട്. പക്ഷേ ഈ ബഹുമാനപ്പെട്ട സഹാബിവര്യനെ പോലെ ഒരു ചരിത്രത്തിന്റെ നായകനാകാൻ, ഉടമയാകാ, സൗഭാഗ്യങ്ങളുടെ ഏറ്റവും വലിയ പർദീസയിലേക്ക് ഒരു കിളിയെ പോലെ ചിറക് വെച്ച് പറന്നു പോകാൻ ഒരു സഹാബിക്കും കഴിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ആ സ്വഹാബിയാണ് കവാടം കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കുമ്പോ, സഹാബികൾ നോക്കുമ്പോൾ അതാരായിരുന്നു? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹാനായ അലിയുൻ കറമല്ലാഹു വജ്ഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ചരിത്രത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പോലെ തിളക്കമുള്ള ഒരു ചരിത്രം കാണിക്കോ. ഒറ്റക്കണക്കിന് സഹാബത്തിന്
സഹാബത്തിന്റെ ചരിത്രം പറയൂ നോക്കിയാൽ എന്റെ കൊച്ചാലുമൂടുകാരാ ഒരു കടലാസ് പോലും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. എന്റെ പ്രവാസന ജീവിതത്തില് കാലം കൊതിക്കുന്ന നീതിമാൻ എന്ന ശീർഷകത്തിലൂടെ നിങ്ങൾ ആ കാസറ്റ് കേട്ടവരാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ പഠിച്ചവരാ. അല്ലാഹുവിന്റെ പടവാൾ എന്ന ശീർഷകത്തിന് താഴെ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ പഠിച്ചവരാ. അല്ലാഹുവിന്റെ സിംഹം എന്ന ശീർഷകത്തിന് താഴെ മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ പഠിച്ചവരാ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവര്, ഈ പ്രിയപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ഒരു വാക്ക് പോലും മറ്റ് സഹാബികളെ കുറിച്ച് മുത്ത് റസൂൽ പറഞ്ഞിട്ടില്ല. അത്രത്തോളം പദവിയുടെ, അത്രത്തോളം ഉന്നതിയുടെ, അത്രത്തോളം സ്ഥാനമാനത്തിന്റെ കൊടുമുടിയിലേക്ക് പറന്നെത്താൻ അല്ലാഹു ഭാഗ്യം കൊടുത്ത മഹാനായ അലിയും കറമല്ലാഹു വജ്ഹു തങ്ങളുടെ ചരിത്രം ഞാൻ എന്റെ കൊച്ചാലമോട് വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സദസ്യർക്ക് റബീഉൽ അവ്വലിന്റെ സമ്മാനമായിട്ട് പ്രഭാഷണത്തിലൂടെ സമർപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മാറ്റത്തിന്റെ മാറ്റിൽ കൊടുക്കുന്ന പടക്കുതിരകളായിട്ടല്ലാതെ ഈ സരസിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ പാടില്ല പൊന്നുമോനെ. ഒരു കേവലം ഒരു സിനിമ ഇറങ്ങുമ്പോ ആ സിനിമാ സ്റ്റൈലിൽ മുടിവെട്ടാനും ആ സിനിമാക്കാരന്റെ പോലെ വസ്ത്രം ധരിക്കാനും ആ സിനിമാക്കാരന്റെ പോലെ നടക്കാനും അയാളെ പോലെ ജീവിക്കാനും സ്വാഭാവികമാരും വിവരക്കേടിന്റെ പടുംകുഴിയിൽ വീണുപോലെ ആധുനിക കാലഘട്ടത്തിലെ എന്ത് ഏഴാംകുളികളെ പോലെ ജീവിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാർ മനസ്സ് വെക്കുമ്പോ എന്റെ പൊന്നുമോനെ, ഇതൊരു സിനിമയുടെ കഥയല്ല, ഇതൊരു നോവലല്ല, ഇതൊരു ചരിത്രമാണ്. ആകാശം പൊട്ടിക്കരഞ്ഞു പോലെ ഭൂമി രോമാഞ്ചം കൊണ്ടുപോയ ഇസ്ലാമിക ചരിത്രങ്ങൾ അത്ഭുതത്തോടുകൂടി മാത്രം അന്നും ഇന്നും എന്നും കാണുന്ന മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാ. എന്റെ പെങ്ങള്, ആ പൈരശാലിയുടെ ചരിത്രം നിന്റെ മനോമുഖരത്തിലേക്ക് അല്ലാഹു പടച്ച തമ്പുരാൻ ഈ മാസത്തിന്റെ പവിത്രതയിൽ നിനക്ക് സമർപ്പിച്ചു തരുമ്പോ ഒരു മാറ്റമില്ലാതെ എഴുന്നേറ്റ് പോവുക എന്ന് പറയുന്നത് അലിയാരിതങ്ങളോടുള്ള സ്നേഹക്കുറവിന്റെ പേരിലായിപ്പോ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. 2-2.5 മണിക്കൂർ കൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ആ വിഷയത്തിന്റെ ആദ്യാവസാനം വരെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ അതിന് നിങ്ങൾക്ക് കിട്ടുന്ന സമ്മാനങ്ങളെ കുറിച്ചറിയണ്ടേ. 2 മണിക്കൂർ നിങ്ങൾ ഈ സരസിലിരിക്കുന്നത് വെറുതെ ആവരുത്. 2.5 മണിക്കൂർ സരസിലിരിക്കുന്നത് നൗഷാദ് ബാഖവിയുടെ പ്രസംഗത്തെ അളക്കാനാകരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, പഴയകാലത്ത് പാലോട് നിൽക്കുമ്പോ പ്രസംഗിച്ചതുപോലെ തന്നെയാണോ, അതല്ല കഴിഞ്ഞ വർഷം വന്ന് പറഞ്ഞതുപോലെ തന്നെയാണോ? മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, വളർച്ചയുണ്ടോ, ഉയർച്ചയുണ്ടോ എന്ന് നോക്കാറ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. കൂഫയുടെ പരിശുദ്ധമായ മണ്ണിന്റെ മലരായി മണവാളനായി മാണിക്യമുത്തായി കിടന്നിറങ്ങുന്ന അലി ഹൈദർ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലൂടെ 2.5 മണിക്കൂർ ജീവിക്കാൻ എന്റെ കൊച്ചാലമോട് വന്നിരിക്കുന്ന ചെറുപ്പക്കാരാ, മനസ്സുകൊണ്ട് നിയ്യത്ത് ചെയ്യുക. എന്റെ പ്രിയമുള്ളവര്, അങ്ങനെ സമയം ചെലവഴിക്കുമ്പോ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അത് പറയട്ടെ, ആരംഭ റസൂല് പറയട്ടെ. സഹാബികളൊക്കെ അത്ഭുതത്തോടുകൂടി മാത്രം കേട്ടുപോയ ഒരുപാട് ഹദീസുകളാണ് അല്ലാഹുവിന്റെ റസൂൽ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ഹദീസ് കേട്ടോ, മൻ മാത അലാ ഹുദ്ദിക ബഅദ മൗതിക ഖത്തമല്ലാഹു ലഹു ബിൽ അംനി വൽ ഈമാൻ. എന്റെ അലിയേ, നീ വഫാത്തായതിനു ശേഷം, നീ മരണപ്പെട്ടതിനു ശേഷം നിന്നെ സ്നേഹിച്ചുകൊണ്ട് ആരെങ്കിലും ജീവിച്ച് മരണപ്പെട്ടു പോയോ, അലി റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെട്ട് ജീവിച്ച് മരണപ്പെട്ടു പോയാൽ, എനിക്ക് അലിയാരങ്ങളെ വല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും മരണപ്പെട്ടു പോയോ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ നാവും നുബുവത്തിന്റെ വർത്തമാനമല്ലാതെ പറയില്ല പ്രിയപ്പെട്ടവര്. അല്ലാഹു അറിയിച്ചു കൊടുത്തതല്ലാതെ ആ മുത്ത് റസൂലിന്റെ നാവ് കൊണ്ട് ദുനിയാവിൽ നിന്ന് വിട പറയുന്ന സമയം വരെ ഒരു അക്ഷരം ഉരിയാടിയിട്ടില്ല. ആരംഭ റസൂല് പറയുന്നു, മൻ മാത അലാ ഹുദ്ദിക, നിന്നെ സ്നേഹിച്ചുകൊണ്ട് ആരെങ്കിലും മരണപ്പെട്ടാൽ, നിന്നെ ഇഷ്ടപ്പെട്ടവരായിട്ട് ആരെങ്കിലും മരണപ്പെട്ടാൽ, ഖത്തമല്ലാഹു ലഹു ബിൽ അംനി വൽ ഈമാൻ, അവന്റെ ഹൃദയത്തിനകത്ത് അല്ലാഹു ഈമാൻ കൊണ്ടും സുരക്ഷിതത്വം കൊണ്ടും സീല് ചെയ്യുമെന്ന് മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. 1.25 ലക്ഷത്തോളം വരുന്ന സഹാബി വര്യന്മാർ മുത്ത് റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു സഹാബിയെ കുറിച്ച് ഇങ്ങനെ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ അലിയെ സ്നേഹിച്ചുകൊണ്ട് ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ അവനെ ഖബറിന്റെ അകത്ത് പേടിക്കണ്ട, അവന്റെ ഈമാൻ തോറ്റുപോയില്ല, അവന്റെ ഈമാൻ അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റവും നല്ല പദവിയില. എന്റെ പൊന്നുമോനെ, കോഴിക്കോട് ജില്ലയിലെ മുക്കം എന്ന് പറയുന്ന സ്ഥലത്ത് കാഞ്ചനമാല എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വേണ്ടി എല്ലാ
എല്ലാം മറന്നുകൊണ്ട് പ്രേമം അഭിനയിച്ചു പോയ മൊയ്തീന്റെ ജീവചരിത്രം കേൾക്കുന്നു. ആവേശം വന്നുകൊണ്ട് നിർത്തിപ്പോര പ്രണയങ്ങളുടെ പിന്നാലെ വാലാട്ടി നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, ഒരു സിനിമാ നടന് വേണ്ടി അതപ്പതിക്കാനുള്ളതല്ല പൊന്നുമോനെ നിന്റെ ജീവിതം. ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടി കൊല നടത്താനും കൊള്ളിവെക്കാനും ചലഞ്ഞറിഞ്ഞുകൊണ്ട് നടറോഡിൽ കിടന്ന് വെട്ടേറ്റുകൊണ്ട് ഓടയിൽ പട്ടിയെ പോലെ ചത്തു വീടാണല്ലോ ഇസ്ലാമിന്റെ യുവത്വവേദന്റെ ജീവിതമെന്ന് തിരിച്ചറിയുക. എന്റെ പൊന്നുമോനെ, നീ ഇഷ്ടപ്പെടുന്ന സർവ്വതയും നിനക്ക് ദൂരേക്ക് വലിച്ചെറിയ. നിന്റെ വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയാന്തരത്തിന്റെ അകത്ത് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം കിടന്നിട്ട് പിന്നത് സ്നേഹം കൊടുക്കാൻ വേണ്ടി എടുത്തു വെക്കേണ്ടത് മഹാനായ അലിയിൽ കറമല്ലാഹു വജ്ഹഹു തങ്ങളെയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസുകൾ കേട്ടോ. ഇത് കേൾക്കുമ്പോഴാണ് 2.5 മണിക്കൂർ സമാധാനത്തോടെ ഇരുന്ന് ഞാൻ ആ ചരിത്രം ശ്രമിക്കുമ്പോ ആ പ്രവാചകന്റെ സന്തര സഹചാരിയായ അലിയാര് തങ്ങളോട് എനിക്കൊരു സ്നേഹം വരുന്നത്, നിനക്കൊരു ഇഷ്ടം വരുന്നത്. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു മന്നഹബ്ബ അലിയം ബിഖൽബിഹി, ആരെങ്കിലും കൽബ് കൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെട്ടു പോയാൽ ഫലഹു സുലുസു സവാബു ഹാദിഹിൽ ജന്ന, അതോ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ 1/3 പ്രതിഫലം അവനുള്ളതാ. ഹൃദയം കൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെട്ടു. ഉസ്താദ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ നിങ്ങൾ പറയുന്ന പോലെ പ്രസംഗിച്ചിടക്കാരനെ കൊണ്ട് പറ്റൂല. ഞാൻ അലിയാർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവനാണെന്ന് നാടുനീളെ പറഞ്ഞുകൊണ്ട് നടക്കാരനെ കൊണ്ട് പറ്റൂല. പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്റെ കൽബിലുള്ള ഇഷ്ടമാണ് എന്നൊരാൾ പറഞ്ഞാൽ ഈ ഉമ്മത്തുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലത്തിന്റെ 1/3 അവനുള്ളതാണെന്ന് പറഞ്ഞത് ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയം കൊണ്ടൊന്ന് സ്നേഹിച്ചാൽ, കൽബ് കൊണ്ട് ആ പുന്നാര റസൂലുള്ളാഹിയുടെ സഹചാരിയായ അലി റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് ഇഷ്ടപ്പെട്ടു പോയാൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം ഈ ഉമ്മത്തിന് കൊടുക്കുന്ന പ്രതിഫലത്തിന്റെ 1/3. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു വമൻ അഹബ്ബഹു ബിഖൽബിഹി വലിസാനിഹി, ഹൃദയം കൊണ്ട് നാവ് കൊണ്ടും ഇഷ്ടപ്പെട്ടാൽ. നാവ് കൊണ്ടെന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹുവിനെ കുറിച്ച് പറയുക, അലി റളിയല്ലാഹുവിനെ കുറിച്ച് പാടുക, അലി റളിയല്ലാഹുവിന്റെ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ കൽബ് കൊണ്ട് ഒരു സ്നേഹം കൽബിലുണ്ടായിരിക്കുക. അങ്ങനെ ഇഷ്ടപ്പെട്ടു പോയാൽ ഈ ഉമ്മത്തിന്റെ 1/2 പ്രതിഫലം അവർക്കുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു വമൻ അഹബ്ബഹു ബിഖൽബിഹി വലിസാനിഹി വയദിഹി, കൈകൊണ്ട് കൽബ് കൊണ്ട് നാവ് കൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെട്ടു പോയാൽ സവാബു ആദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ മുഴുവനും പ്രതിഫലം ആ ഒരു വ്യക്തിക്ക് കൊടുക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഈ റബീഉൽ അവ്വൽ ഇതിനേക്കാളും വലിയൊരു സമ്മാനം നിങ്ങൾക്ക് കിട്ടാനുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ ഉമ്മത്തിന്റെ മുഴുവനും പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. കൽബ് കൊണ്ട് നാവ് കൊണ്ട് കൈ കൊണ്ട് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹു കൈ കൊണ്ട് വെറുത്തിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വെറുത്തിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു തന്റെ ഇടം കാണിക്കുമ്പോഴാണ് കൈ കൊണ്ടുള്ള ഇഷ്ടം വരിക. അല്ലാതെ കയ്യിൽ അലി റളിയല്ലാഹു അൻഹു മൈലാഞ്ചി ഇടുന്ന പോലെ പെണ്ണുങ്ങൾ എഴുതി വെക്കണ പോലെ എഴുതി വെച്ചുകൊണ്ട് നടക്കലല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അലി റളിയല്ലാഹുവിന്റെ ചരിത്രം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. എന്താ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഇപ്പൊ ഞാൻ മദ്രസയിൽ പഠിക്കുന്ന സമയം, കാട്ടുമുറാക്കൽ മുസ്ലിം ജമാഅത്തിൽ പഠിക്കുന്ന സമയം, അവിടെ മദ്രസയിൽ 7ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ അവിടെ സമസ്തയുടെ ഒരു കലാമത്സരം നടന്നു റബീഉൽ അവ്വലിൽ. അവിടെ പാട്ട് പാടി ഫസ്റ്റ് വാങ്ങിയാൽ പിന്നെ മലപ്പുറത്ത് പോയി പാടാം. അങ്ങനെ എന്ത് ചെയ്തു, ഉസ്താദുമാരൊക്കെ പറഞ്ഞു എന്തായാലും നീ പാടണം. അങ്ങനെ പാട്ട്, അന്ന് പാട്ടൊന്നും അറിയില്ല. എന്റെ വാപ്പാക്ക് ആകെ അറിയുന്ന ഒരു പാട്ട് കായലരികത്ത് വലയെറിഞ്ഞപ്പോഴെന്നുള്ള പാട്ട്. അത് പാടിയ സമ്മാനം കിട്ടൂല, മദ്രസയിൽ പിരിച്ചുവിടുകയും ചെയ്യും. അപ്പൊ എന്ത് ചെയ്തു, അത് പറ്റിയില്ല. അപ്പൊ അവിടെ ഒരു അന്ന് ഉണ്ടായിരുന്ന ഒരു സ്വാദിഖ് ഉസ്താദ് ഉണ്ട്. ഇപ്പൊ ആളുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല, ഒരുപാട് വർഷമായി. അപ്പോ അവിടുത്തെ മദ്രസയെ പഠിപ്പിച്ചിരുന്ന ഒരു സ്വാദിഖ് ഉസ്താദായിരുന്നു. മൂവാറ്റുപുഴക്കാരനോ തൊടുപുഴക്കാരനോ അന്തേ ഭാഗത്തുള്ള. അപ്പൊ അദ്ദേഹത്തിന്റെ ഡയറിയിൽ കുറെ പാട്ടുകൾ ഇങ്ങനെയുണ്ട്. അപ്പൊ തന്നിട്ട് പറഞ്ഞു മുത്തൈലി, അന്ന് അവിടെ അദ്ദേഹം പഠിക്കുകയാണ്, മുത്തൈലിയുമായിട്ട് പഠിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഡയറി എന്നിട്ട് പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള പാട്ട് നമ്മൾ മുത്തൈലി നിങ്ങൾ മദ്രസ നമുക്ക് കൊടുക്കുമല്ലോ എഴുതിയെടുക്കാൻ വേണ്ടി. അപ്പൊ അതിലിങ്ങനെ നോക്കിയിട്ട് ഒരു പാട്ട്, വലിയൊരു പാട്ട്, നല്ല അന്ന് പഴയ കാലത്ത് യേശുദാസൊക്കെ കാസുലൊക്കെ പാടി സമ്മാനമൊക്കെ നമുക്ക് ഈ ഒരുപാട് ആളുടെ നബിദിനാഘോഷത്തിനും മറ്റു പരിപാടിക്കൊക്കെ പാട്ട് പാടി സമ്മാനം വാങ്ങിയ പാട്ട്. അപ്പൊ പാടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നിയെങ്കിലും എഴുതിയെടുത്തു. അപ്പൊ അതെന്ത് ചെയ്തു, അത് പാടി. ആ പാട്ട് അലി റളിയല്ലാഹുവിന്റെ ചരിത്രമായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ ആ പാട്ട് അലി റളിയല്ലാഹുവിന്റെ ചരിത്രമാണ്. ആ പാട്ട് നിങ്ങൾക്കറിയാം, അത് ഒരുപാട് സദസ്സിൽ ഞാൻ പാടിയിട്ടുണ്ട്. അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് അത് പാടി അവിടെ നിന്ന് സമ്മാനം വാങ്ങി മലപ്പുറത്ത് പോയി അത് പാടി. മലപ്പുറത്ത് പോകുമ്പോൾ പിന്നെ അവിടുത്തെ പാട്ട് നമ്മളെ പാട്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അവിടെ മൈക്കൊക്കെ കയ്യിൽ വെച്ച് ഡാൻസ് കളിച്ചൊക്കെയാണ് പാടുക. നമ്മളെ പോലെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ അസ്സലാമു അലൈക്കും എന്നല്ല.
നമ്മൾ ചലിക്കണമെങ്കിൽ ജഡ്ജസ് പിടിച്ച് കുലുക്കണം, എന്നാലേ നമ്മൾ ചലിക്കുള്ളൂ. നമ്മൾ തിരുവനന്തപുരം തെക്കൻ മേഖലയൊക്കെ എങ്ങനെയാ. അപ്പൊ അവിടെ പോയി അത് പാടി. അപ്പോഴും ആ വാക്കുകൾ, ആ മനോഹരമായ ഈരടികൾ, അതിനകത്ത് മഹാന്മാരായ എഴുത്തുകാർ ചേർത്ത് വെച്ചിരിക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള വാക്കുകൾ. പണ്ടവൻ തന്നോട് ദീനീനുൾ കൊണ്ട് നിന്തുള്ളോരാദരധീരരേ മക്കാമണൽ തട്ടിന്തിക്കൊക്കെ വിട്ടിച്ച ഹക്കാറിങ്ങലി ഹൈദർ ശൂരരേ പിണ്ട് അശുവതേ എന്നുള്ള കെളിമത്ത് കൊണ്ട് നടന്നവരെന്നും മാനിയത്ത് മണ്ടന്മാരായുള്ളൊരറബീതൻ കൂട്ടത്ത് കണ്ടപ്പോ നബിയോടൊത്തവരും വ്യസനിത്ത് മങ്ങാത്തൊരു മാൻ പൂമാരേ ദീനിൽ മായാത്തൊരു ബഹുമാനരേ. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അവിടെ തുടങ്ങുകയാ. അന്ന് മദ്രസയിൽ പഠിക്കുന്ന സമയം പോലും മനസ്സിന്റെ അകത്ത് വിരിച്ചു പോയതാ. ആ പാട്ടിനിടയിൽ എത്ര പ്രാവശ്യമാണ് പറയുന്നത് വീരപ്പുലി എന്ന് പറയുന്നത്, എത്ര പ്രാവശ്യമാ യോദ്ധാവെന്ന് പറയുന്നത്, എത്ര പ്രാവശ്യമാ. അല്ലാഹുവേ, ആ മഹാനുഭാവനോടുള്ള മഹബത്ത് എന്ന് തുടങ്ങിയതാ. എന്റെ കൊച്ചാലമോട് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു പാട്ടിലൂടെയല്ല നിനക്കുന്ന ആ ചരിത്രം ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തില് മുമ്പിലൂടെ മക്കയുടെ മദീനയുടെ മണത്തരികൾ അത്ഭുതം കൊണ്ടുപോയ ചരിത്രത്തിന്റെ പശ്ചാത്തലങ്ങള് കിതാബുകളിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് സമർപ്പിക്കുമ്പോ സമയം പാഴാക്കാതെ രണ്ട് കൈകൊണ്ട് കൽബിലേക്ക് അമർത്തി വെച്ച് സ്വീകരിച്ചുകൊണ്ട് അല്ലാഹുവേ, അവർക്ക് ഇസ്ലാമിന് വേണ്ടി സഹിച്ചതും കഷ്ടപ്പെട്ടതുമായ ജീവിതത്തിന്റെ അവസ്ഥകളെ മനസ്സിലാക്കിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ അല്ലാ എന്ന് ചിന്തിച്ചിട്ട് പരമാവധി എന്തൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യണം മോനെ. 22 വയസ്സുള്ള മിഥിലാജ് എന്ന പൊന്നുമോന്റെ മയ്യത്തിന്റെ മുമ്പ് പൊട്ടിക്കരിഞ്ഞ പോലെ ചെറുപ്പക്കാരാണ് കൊച്ചാലമോട് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവൻ അല്ലാഹു കൊടുത്ത ജീവിതത്തിന്റെ പര്യവസാനം അതോടുകൂടി കഴിഞ്ഞു പോയെങ്കില് അല്ലാഹു ആരോഗ്യം തന്ന ചെറുപ്പക്കാരാ, അല്ലാഹു ആഫിയത്ത് തന്ന ചെറുപ്പക്കാരാ, അല്ലാഹു നല്ല മക്കളെ തന്ന ഉമ്മ. മിഥിലാജിന്റെ പ്രിയപ്പെട്ട ഉമ്മ പൊട്ടിക്കരയുമ്പോ അല്ലാഹു തന്ന മക്കളെ കവിളത്ത് മുത്തം കൊടുത്തുകൊണ്ട് സീരിയലിന്റെയും സിനിമയുടെയും പൂരപ്പറമ്പിന്റെയും ഉള്ളറയിൽ വഴികേട് തരത്തിലേക്ക് മക്കളെ കൊണ്ടുപോകാൻ എങ്ങനാണ് പൊന്നുമോളെ നിനക്ക് കഴിയുക? ഒരു മാറ്റമുണ്ടാക്കണം നോളേ. പാവപ്പെട്ടവർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനും വീട് വെച്ചു കൊടുക്കാനും ഒക്കെ സംഘടനക്കാർ ഇതുപോലെ വാളൊരുക്കുന്നതാകട്ടെ. അതിനുവേണ്ടി മാത്രമായിട്ട് പോയല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്. അലി റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഹദീസ് എന്തെന്നറിയോ? മുത്തുനബി തങ്ങൾ സഹാബത്തിനോട് പറയുന്നു, ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു സഹാബത്ത്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, സഈദ കുല്ലു സഈദ്, അലി റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിച്ചവരൊക്കെ ഉറപ്പായും നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വിജയിക്കും നബിയേ. അലിയാർ തങ്ങളെ വെറുത്തവരൊക്കെ നാളെ പരലോകത്ത് പരാജയപ്പെട്ടു പോകും നബിയേ. ആ വാക്കിനെ മുൻനിർത്തിയിട്ട് എന്റെ കൊച്ചാലമോട് വന്നവർക്ക് ആ ചരിത്രം ഒന്ന് പഠിക്കാൻ തുടങ്ങിയാലോ? ജനനം മുതൽ മരണം വരെയുള്ള ഒരു നിമിഷം പോലും നഷ്ടപ്പെട്ടു പോകാതെ പറഞ്ഞ് പഠിക്കാൻ നമുക്ക് കഴിയില്ല. പ്രധാനപ്പെട്ട നാം പഠിക്കേണ്ടുന്ന ചരിത്രത്തിന്റെ ഭാഗത്തിലൂടെ ഒന്ന് യാത്ര ചെയ്തു പോയാലോ? അലി റളിയല്ലാഹു അൻഹു ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പയുടെ മകനായിരുന്നു മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അബൂ ത്വാലിബിന്റെ മകൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബക്കാരൻ. വളരെ ചെറിയ പ്രായത്തിൽ അലി റളിയല്ലാഹു അൻഹു നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്തൊക്കെ കിട്ടി. നബി തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും കൂടി നമസ്കരിക്കുന്ന ഒരു രംഗം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖദീജ ബീവിയും കൂടി രഹസ്യമായി ആരും കാണാതെ നമസ്കരിക്കുന്നു. അലി റളിയല്ലാഹു അൻഹു എന്ന കൊച്ചുകുട്ടി ആദ്യമായിട്ട് അത് കണ്ടു. കുടുംബക്കാരനാണ്, സത്യസന്ധനാണ്, വിശ്വസ്തനാണ്, ആരും ഒരു കുറ്റം പറയുന്നില്ല. നേരെ അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ഇതെന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മോനെ, ഇതൊരു രഹസ്യമായ അമലാണ്, പരസ്യപ്പെടുത്തിയിട്ടില്ല, ഏകദൈവ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് സമർപ്പിക്കേണ്ടുന്ന ഇബാദത്താണ്.
അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ എനിക്കും ആഗ്രഹം വരുന്നു, ഞാനും കൂടി നമസ്കരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ നമസ്കരിക്കണമെങ്കിൽ നീ മുസ്ലിം ആകണം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മുസ്ലിം ആകണമെങ്കിൽ എനിക്ക് എന്റെ വാപ്പയോട് ചോദിക്കണം. അബൂ ത്വാലിബ് എന്ന മുസ്ലിം അല്ല. നബി തങ്ങൾ പറഞ്ഞു, ഇദാ ലം തസ്ലിം ഫക്തും, നീ മുസ്ലിം ആയില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് പോയി വാപ്പാന്റെ അടുത്ത് പറയരുത്, പരസ്യമാക്കാനുള്ള സമയമായിട്ടില്ല, അവരൊന്നും ഞങ്ങൾ ഇങ്ങനെ ചെയ്തു തുടങ്ങിയ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നീ പോയി പറയരുത് എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹുവിനെ സമ്മതിച്ചു, വീട്ടിലേക്ക് പോയി. പക്ഷെ അലി റളിയല്ലാഹുവിന് ആ നിസ്കരിച്ച രംഗം മനസ്സിൽ നിന്ന് പോകുന്നില്ല. നബിതങ്ങൾ നിസ്കരിച്ച ആ രംഗം മനസ്സിൽ നിന്ന് പോകുന്നില്ല. എന്തായാലും ഇനിയിപ്പോ എല്ലാ കാര്യവും വാപ്പയോട് ചോദിച്ചിട്ടാ ചെയ്യുന്നേ. ഏതായാലും ഇതൊരു സത്യസന്ധമായ കാര്യമാണ്, വാപ്പ സമ്മതിക്കില്ല എന്ന് ഉറപ്പാണ്, അതുകൊണ്ട് വാപ്പയോട് ചോദിക്കണ്ട. നേരെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വന്നു, ഇസ്ലാം മതം സ്വീകരിച്ചു. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നമസ്കരിച്ചു. എത്ര വലിയ ഭാഗ്യവാൻ! അന്ന് വേറെ ആരും ഇസ്ലാമിൽ വന്നിട്ടില്ല. അങ്ങനെ രഹസ്യമായിട്ടാണ് നമസ്കരിക്കുക, ആരും കാണാതെ പർവ്വതത്തിന്റെ താഴ്ഭാഗത്തേക്ക് പോയി നമസ്കരിക്കും. അങ്ങനെ ഒരിക്കൽ നിസ്കരിച്ചിട്ട് മടങ്ങി വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ഖദീജ ബീവിയെ, അലി റളിയല്ലാഹു അൻഹു എന്ന കൊച്ചുകുട്ടിയെ, വളരെ ചെറിയ പ്രായമാണ്, അബൂ ത്വാലിബ് കണ്ടു. നിങ്ങൾ ഈ ചെയ്യുന്ന മതമേതാണെന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിചാരിച്ചു, ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല, കണ്ടല്ലോ, സത്യസന്ധമായി പറഞ്ഞു കൊടുക്കണമല്ലോ. അതാ ദീനുള്ളാഹ്, എന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ, ഇത് അല്ലാഹുവിന്റെ ദീനാണ്. ആകാശത്തെ പടച്ചവൻ അല്ലാഹുവാണ്, ബിംബങ്ങളല്ല. ഭൂമിയെ പടച്ചവൻ അല്ലാഹുവാണ്, ബിംബങ്ങളല്ല. എന്റെ പ്രിയപ്പെട്ട ഉപ്പ, ഇത് അല്ലാഹുവിന്റെ ദീനാണ്. വദീനു മലായികത്തില്ലാ വദീനു റുസുലി വദീനു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചു പോയ അല്ലാഹുവിന്റെ മതം ഇതാണിപ്പ എന്ന് പറഞ്ഞ് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ത്വാലിബിനോട് കാര്യം അവതരിപ്പിക്കുമ്പോ ആ പ്രിയപ്പെട്ട അബൂ ത്വാലിബ് പറയുന്നു, മുഹമ്മദേ, എനിക്ക് നിന്നെ പിന്തുണക്കാനേ പറ്റുകയുള്ളൂ, സഹായിക്കാനേ പറ്റുകയുള്ളൂ, എനിക്കിപ്പോ വിശ്വസിക്കാൻ പറ്റൂല, എന്റെ സാഹചര്യം വളരെ മോശമാ എന്ന് പറഞ്ഞ അബൂ ത്വാലിബ് മടങ്ങിപ്പോയി. ഇവിടെ നിങ്ങൾ ചിന്തിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ആദ്യമായി നമസ്കരിക്കാനുള്ള ഭാഗ്യം ലഭിച്ച ആള് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവാണ്. എത്ര ഭാഗ്യങ്ങളാണ് അലിയാർ നിങ്ങൾക്കുള്ളത്. ചില വ്യക്തികൾക്ക് അല്ലാഹു കൊടുക്കുന്നത് സൗഭാഗ്യമാണ്, അത് വലിയ തൗഫീഖാണ്, അതിനെ നന്ദി രേഖപ്പെടുത്തണം. എന്റെ ജീവിതത്തിൽ അല്ലാഹു തന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്റെ ഉസ്താദ് എപ്പോഴും എന്നോട് പറയലുണ്ട്, ആരെഴുന്നാലും കൂടെ പറയലുണ്ട്, ഇത്രയും ആളുകൾ വരുന്ന സരസ്സുകളിൽ, വിദേശ രാജ്യങ്ങളിലും മലബാറിലും അതുപോലെ കാസർഗോഡും ഗൾഫിലും ഡൽഹിയിലും അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവൻ ലക്ഷദ്വീപിലുമൊക്കെ എന്റെ പ്രിയപ്പെട്ട ചെറിയ അൻവർ ഉസ്താദ് പഠിപ്പിച്ച ഇൽമിന്റെ മധുരമുള്ള വാക്കുകള് അഭിമാനത്തോടെ എഴുന്നേറ്റ് പറഞ്ഞു കൊടുക്കുക എന്നൊരു വ്യക്തിയുടെ കഴിവല്ല. ഒരു പ്രഭാഷകൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, എന്റെ കഴിവെന്ന് പറയാൻ പാടില്ല. അത് അല്ലാഹു കൊടുക്കുന്ന തൗഫീഖാണ്. തലവ ഉസ്താദിന് അല്ലാഹു കൊടുത്ത തൗഫീഖാണ് മവാഹിബുൽ ജലിയ. അതിന്റെ ഓരോ അക്ഷരങ്ങളിലൂടെ ബഹുമാനപ്പെട്ടവർക്ക് ഓരോ ദിവസം കിട്ടുന്നത് കോടിക്കണക്കിന് പ്രതിഫലമാണ്. അല്ലാഹുവേ, ആ ഖബറിൽ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. ഓരോരോ ആലിമീങ്ങൾക്ക്, ഓരോരോ വ്യക്തികൾക്ക് അല്ലാഹു കൊടുക്കുന്ന സൗഭാഗ്യങ്ങളാണ്. അറിവ് വെച്ച നാൾ മുതൽ പിതാവിന്റെ വിരൽ തുമ്പ് പിടിച്ചുകൊണ്ട് പാലൂർ പള്ളിയുടെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന ബഹുമാനപ്പെട്ട നാസിമുദ്ദീൻ സാറിന് ആരാക്ഷേപിച്ചാലും കുറ്റപ്പെടുത്തിയാലും കളിയാക്കിയാലും അല്ലാഹു കൊടുത്ത ഭാഗ്യമാണ് ആ പള്ളിയുടെ കാര്യങ്ങൾ നോക്കി നടത്തുക എന്നത്. അല്ലാഹുവേ, അതിനറിയമാറ് പ്രതിഫലം നീ കൊടുക്കണയല്ല. ഓരോരുത്തർക്ക് അല്ലാഹു കൊടുക്കുന്ന ഭാഗ്യമാണ്. പ്രിയപ്പെട്ടവര്, ചില വ്യക്തികളുടെ കഴിവെന്ന് നിങ്ങളത് കരുതാൻ പാടില്ല. അല്ലാഹു എനിക്ക് തന്ന ഭാഗ്യമാണ് നിങ്ങൾക്ക് നിന്ന് പ്രസംഗിക്കുക എന്നത്. നിങ്ങൾക്ക് അല്ലാഹു തന്ന ഭാഗ്യം എന്തെന്നറിയോ? എത്രയോ സ്ഥലത്ത് അഴിഞ്ഞാട്ടം നടക്കുന്നുണ്ട്, എത്രയോ സ്ഥലത്ത് കള്ളു പിടിക്കുന്നുണ്ട്, എത്രയോ സ്ഥലത്ത് പെണ്ണ് പിടിക്കുന്നുണ്ട്, എത്രയോ സ്ഥലത്ത് വൃത്തികേടുകൾ നടക്കുന്നുണ്ട്. അതിനും പെട്ടുപോകാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ റബീഉൽ അവ്വലിന്റെ മാസമല്ലേ, ഒരു നല്ല കാര്യത്തിനുള്ള പ്രോഗ്രാം അല്ലേ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഈ കസേരയിൽ വന്നിരിക്കാൻ കിട്ടുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത കാലത്ത് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. എന്നാൽ ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളെ കുറിച്ച് അറിയണ്ടേ. ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന കൊച്ചുകുട്ടിയാണ്, മാത്രമല്ല ആദ്യമായി മുത്ത റസൂലിനോടൊത്ത് നമസ്കരിച്ച കുട്ടിയാണ്, മാത്രമല്ല ആദ്യമായി അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിക്കുന്നത് കണ്ടുവന്ന കുട്ടിയാണ്, മാത്രമല്ല അലി റളിയല്ലാഹു അൻഹുവിനെ പ്രസവിച്ചത് എവിടെ എന്നറിയോ? അലി റളിയല്ലാഹു അൻഹു പ്രസവിച്ചത് എവിടെയാ? കടുവപ്പള്ളി ഹോസ്പിറ്റലിലാണ്.
അലി റളിയല്ലാഹു അൻഹുവിനെ പ്രസവിച്ചത് എവിടെയാ? അള്ളാഹു കൊടുത്തൊരു വലിയ ഭാഗ്യമാണത്. വലദതുഹു ഉമ്മുഹു ബിജൗഫിൽ കഅബ. കഅബാലയത്തിന്റെ അകത്താണ് അലി റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ പ്രസവിച്ചത്. അന്ന് കഅബാലയത്തിന്റെ അകം ഹോസ്പിറ്റൽ ഒന്നുമല്ല. ആ കാലഘട്ടത്തിലൊക്കെ ഹോസ്പിറ്റൽ ഒന്നും ഇല്ലല്ലോ. എവിടെയാണ് നിൽക്കുക അവിടെ പ്രസവിക്കുകയാണ് അല്ലേ? ഇപ്പോഴല്ലേ ഹോസ്പിറ്റൽ. ഇപ്പൊ നടന്നുകൂടാ, തൂത്തുകൂടാ, കുലുങ്ങിക്കൂടാ, ചരിഞ്ഞുകൂടാ അല്ലേ? ഏത് താത്താടെ വയറ് കൊണ്ടുപോയി സ്കാൻ ചെയ്താലും കുഞ്ഞ് തലതിരിഞ്ഞ് കിടക്കുന്നേ പറയുള്ളൂ. അപ്പൊ താത്ത പറയാം അത് മാപ്പിളെ പോലെയല്ലേ ആവുള്ളൂ. പിന്നെ തല എന്തായാലും മാപ്പിളെ ചരിഞ്ഞ് കിടക്കുമ്പോൾ മോന്റെ മൂന്ന് നടക്കൂല എന്ന് പറയും. അതങ്ങനെ തന്നെ നടക്കും. അപ്പൊ ഇതാണ് നമ്മൾ അറിയാം. പക്ഷെ പഴയ കാലത്ത് അങ്ങനെയല്ലല്ലോ. ചെറിയ പ്രായത്തിലൊക്കെ ഒരാളെ പ്രസവിച്ചു, ഒരാളെ തൊട്ടിൽ കിടക്കുന്നു, ഒരാൾ അടുത്തത് പിന്നെ വയറ്റിലാവാൻ പോകുന്നു, അടുത്ത വാപ്പച്ച അവിടെ നിന്ന് 2 കൊണ്ടുവരുന്നു, 3 സ്കൂളിൽ നിന്ന് വരുന്നു. ഇതൊക്കെ വീട്ടിൽ നടക്കും. അള്ളാഹു തആല ഏതായാലും നമുക്കൊക്കെ ആരോഗ്യം തരട്ടെ, നമ്മുടെ മക്കൾക്കും ആരോഗ്യം തരട്ടെ. വേറെ പുറത്തുള്ള ചർച്ചകൾക്ക് നേരമില്ലാത്തതുണ്ട്. ഒരു 2.5 മണിക്കൂർ എങ്ങനെ കിട്ടിയാലും കഷ്ടിച്ച് തീരാൻ പറ്റുന്ന രീതിയിലാണ് ഈ വിഷയം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ പറയാ. പിരിവിന് വേണ്ടി പ്രത്യേകിച്ച് സമയമൊന്നും കളയാനില്ല. ഇടയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ കാര്യമായിട്ട് സഹായിക്കണം. അതിനു വേണ്ടിയിട്ട് കൊടുതാത്ത അല്ലെങ്കിൽ താ കാക്കാന്ന് പറഞ്ഞ് ഈ സമയം പോയാൽ അലി റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങും. പിന്നെ നമുക്ക് പറയാൻ പറ്റൂല. അതിനു മുമ്പ് പറഞ്ഞു തീർക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോ സൗഭാഗ്യത്തിൽപ്പെട്ട ഒന്നാണ് വലദതുഹു ഉമ്മുഹു ബിജൗഫിൽ കഅബ. കഅബാലയത്തിന്റെ അകത്ത് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ പ്രസവിച്ചു എന്നത് മാത്രമല്ല, എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു കൊടുത്ത മറ്റൊരു ഭാഗ്യം എന്തെന്നറിയോ? അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട അബൂ ത്വാലിബ് എന്ന് പറയുന്ന ഉപ്പാക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ദാരിദ്ര്യമായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കൾക്കൊന്നും സമയത്ത് ഭക്ഷണം ലഭിച്ചിരുന്നില്ല. അങ്ങനെ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള 1-2 ആളുകൾ തീരുമാനിച്ചു, അബൂ ത്വാലിബിന്റെ വീട്ടിൽ നിന്ന് ഓരോ മക്കളെ കൊണ്ടുപോയി നമുക്ക് വളർത്തിയാലോ. എന്തായാലും അദ്ദേഹത്തിനുള്ള സാമ്പത്തികവും ഇല്ല. അപ്പൊ അവിടെ ചെന്ന് സംസാരിച്ചിട്ട് ഓരോ കുട്ടികളെ ഞങ്ങൾ കൊണ്ടുപോയി വളർത്തിയാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു കുട്ടിയെ ഞാൻ വളർത്തിക്കൊള്ളാം. അബൂ ത്വാലിബിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. മൂത്താപ്പയോട് കാര്യം പറഞ്ഞു, നിങ്ങളുടെ മക്കളെ ഓരോരുത്തരെ ഏൽപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. നിങ്ങൾക്ക് കഷ്ടപ്പാടല്ലേ ഉപ്പാ, നിങ്ങൾക്ക് ദാരിദ്ര്യമല്ലേ, അതുകൊണ്ട് ഒരു കുട്ടിയെ ഞാൻ കൊണ്ടുപോയി വളർത്തിക്കൊള്ളാമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ, ആരെയാണ് മുഹമ്മദേ നിനക്ക് വേണ്ടത്? പൊന്നുമോനെ നീ കൊണ്ടുപോയി വളർത്തിക്കോന്ന് പറയുമ്പോ, അല്ലാഹുവേ, ആ വീടിന്റെ പിറകുവശത്ത് വാതിലിന്റെ മറവിൽ നിന്നുകൊണ്ടൊരു കൊച്ചുകുട്ടി പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ജീവിക്കാൻ അല്ലാഹു കൊടുത്ത മഹാഭാഗ്യവാൻ, റസൂലിനോടൊപ്പം ജീവിക്കാൻ അല്ലാഹു കൊടുത്ത മഹാഭാഗ്യവാൻ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ കൈനീട്ടി വിളിക്കുകയാണ്. ആ പൊന്നുമോനെ ചെറിയ പ്രായത്തിൽ വിരൽ തുമ്പ് പിടിച്ച് വീട്ടിന്റെ കത്തിരം ഇറക്കിക്കൊണ്ടുപോയി. അല്ലാഹുവേ, 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 എത്ര വലിയ ഭാഗ്യമാണ്. കൊച്ചാലമൂത്തിലെ റസൂലിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്ര ലക്ഷം സ്വലാത്ത് ചൊല്ലിനി എന്റെ ചെറുപ്പക്കാരാ. എത്രയോ കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുന്നില്ലേ? വളരെ ചെറിയ പ്രായത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോടൊത്ത് ജീവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുത്തില്ലേ? പടച്ചവരെ, പാവപ്പെട്ട് നമുക്ക് മരിക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ പ്രകാശമുള്ള നിന്റെ ഹബീബിന്റെ മുഖമൊന്ന് കാണാൻ നീ ഭാഗ്യം തരണേ അല്ലാഹു. ആ ഭാഗ്യം നമുക്ക് എവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല ഖുർആൻ പറഞ്ഞു, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊന തഹത അശ്ശജറ. ഒരു വൃക്ഷത്തിന്റെ താഴ്ഭാഗത്ത് വെച്ചുകൊണ്ട് പ്രവാചകരോട് ബൈഅത്ത് ചെയ്ത വിഭാഗത്തെ അല്ലാഹു പൊരുത്തപ്പെട്ടിരിക്കുന്നു, അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഖുർആനിലൂടെ പറഞ്ഞെങ്കിൽ ആ ബൈഅത്ത് ചെയ്തവരിൽ പ്രധാനപ്പെട്ട ആള് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേകമായ സ്നേഹം ചെറിയ പ്രായം മുതൽ തന്നെ അലി തങ്ങളോടുണ്ട്. അത് വരാൻ പോകുന്ന ഭാവിയുടെ വലിയൊരു പ്രകാശത്തിന്റെ ഒരു മുന്നറിയിപ്പായിരുന്നു. നബി തങ്ങൾക്ക് എന്ത് കിട്ടിയാലും വലതുഭാഗത്തിരിക്കുന്ന ആളിന് കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. എനിക്ക് നിങ്ങൾ എന്തുകൊണ്ട് തന്നാലും മൈക്ക് സെറ്റാറിനെ കൊടുക്കാൻ പറ്റും, എല്ലാവരും ഇടതുഭാഗത്തായിരിക്കുന്നു. നബി തങ്ങൾക്ക് എന്ത് കിട്ടിയാലും വലതുഭാഗത്തിരിക്കുന്ന ആളിന് കൊടുക്കും. വലതുഭാഗത്തെ മുന്തിക്കൽ നല്ലതാണ്. എപ്പോഴും ഏത് കാര്യത്തിനും വലതുഭാഗത്തെ മുന്തിക്കൽ നല്ലതാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരാളൊരു മനോഹരമായ ഒരു പക്ഷിയുടെ മാംസം പൊരിച്ചിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ കിട്ടല് കുറവാണ്. പക്ഷെ അദ്ദേഹം നബി തങ്ങളോടുള്ള സ്നേഹം കൊണ്ടുവന്നിട്ട് പറഞ്ഞു, റസൂലേ, അങ്ങ് വളരെ ലളിതമായി ഭക്ഷണം കഴിക്കുന്നയാളാണ്. ഇതെന്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹമാണ്. ഞാനും എന്റെ ഭാര്യയും കൂടിയിട്ട് അങ്ങേക്ക് വേണ്ടി തയ്യാറാക്കി കൊണ്ടുവന്നതാണ്, കഴിക്കണം അല്ലെ.
അല്ലെ? ഇപ്പൊ എല്ലാ ഉസ്താദന്മാർക്കും ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം, വീടുകളിലെ ഭക്ഷണമൊന്നും ഇല്ല, താത്തമാർ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കലില്ല. ഉസ്താദന്മാർ ആരെങ്കിലും വീട്ടിൽ വന്നാൽ പോലും മോനെ സുബൈർ അപ്പുറത്ത് സുലൈമാക്കാരെ കടയിൽ പോയി 2 വാഴയ്ക്കപ്പം മാറ്റിക്കൊണ്ടാടാന്ന് പറയും. താത്തുണ്ടായിത്ത ഉസ്താദ് ഇങ്ങനെ കഴിച്ചിട്ട് പറയാം അൽഹംദുലില്ലാഹ് വാഴയ്ക്കപ്പം ഉണ്ടാക്കിയ ചായക്കടയ്ക്ക് അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. അവർക്ക് എന്ത് ബറക്കത്താ? അതാണ് ഇപ്പോഴത്തെ പരിപാടി. ചിലവൊക്കെ നിന്നു, ചിലവ് വീടൊക്കെ നിന്നു. പുതിയ പുതിയ രീതിയും സംസ്കാരവും ഒക്കെ വന്നപ്പോ അല്ലേ, ഞാൻ വേങ്ങോടൊക്കെ നോക്കി നബിദിനായിട്ട് വല്ല അടയാളോ വല്ലോ അവിടെ ഒന്നും കാണാനില്ല അല്ലേ. മുസ്ലിങ്ങൾ കൂടിയ അഭിമാനവും കച്ചവടമൊക്കെ ഇങ്ങനെ ഉയർന്നു വരുമ്പോ റബീഉൽ അവ്വലൊക്കെ മറക്കൂല്ലായിരുന്നു. അല്ലാഹു കാക്കട്ടെ. സലാത്തൊക്കെ കുറച്ചിലായിട്ട് തോന്നും. ശരിയാണ്, എല്ലാം ഇങ്ങനെ തോന്നും അല്ലേ. എല്ലാത്തിനും ഒരു താല്പര്യക്കുറവ് വരും അല്ലേ. ഒരാളിപ്പോ ഉംറയ്ക്ക് വിട്ടൊരു ഉസ്താദ് വന്നിട്ട് എന്നോട് പറഞ്ഞതാ, ഉസ്താദെ എന്റെ കൂടെ ഉംറയ്ക്ക് വന്ന ഒരാൾ പറഞ്ഞെന്തെന്നറിയോ പറഞ്ഞത്? അവിടെ നിന്ന് മക്കയിലെ ചൂടും കഷ്ടപ്പാടൊക്കെ വന്നപ്പോ അയാൾ പറയാ, വെറുതെ ആ ചായക്കട ഇരുന്ന ഗരീം പറഞ്ഞുകൊണ്ടാണ് ഞാൻ, അല്ലെങ്കിൽ ഈ പരിപാടിക്ക് ഞാൻ എന്നെ കിട്ടൂലായിരുന്നു, വേറെ ജോലിയൊന്നും ഇല്ല, ചുമ്മാ ഇവിടെ വന്നിരുന്ന് പട്ടിണി അടക്കാൻ വേണ്ടി കുറെ ഉണക്ക് റൊട്ടി എടുത്ത് വെച്ചിട്ട് ഉംറന്ന് പറഞ്ഞിട്ട് അങ്ങ് വന്നാൽ മതിയാ. 1.5 ലക്ഷം രൂപയും പോയി. ഇതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ റബ്ബേ, വെറുതെ ഇവിടെ വന്ന് ഈ ചുമ്മാ ഈ അവരെ മുമ്പ് കിടന്ന് കറക്കുന്നില്ല. ഇതിന്റെ വല്ല സാധനം ഇയാൾക്കറിയോ? ആ ചായക്കട ഇരുന്ന ഗരീമാക്കാക്ക് ശിക്ഷയാണ് അള്ളാഹ് കൊടുക്കാൻ പോയി. അവൻ അവിടെ കൊണ്ട് ചെന്നേന്, അയാൾ പറഞ്ഞിട്ട് അത്രയും പോയത്. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പോ കുറച്ച് ബുദ്ധിയൊക്കെ കൂടി വരുമ്പോ റസൂലുള്ളാഹിയൊക്കെ ചെറുതായിട്ട് തോന്നും, മൗലൂദ് കിതാബൊക്കെ കത്തിക്കാൻ തോന്നും, അങ്ങനെ പലതും തോന്നും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ആ വിഭാഗത്തിൽ ഈ വന്നിരിക്കുന്നവർ പലരും ഉണ്ടെന്ന് എനിക്കറിയാം. സങ്കടമൊന്നും തോന്നിയിട്ട് കാര്യമില്ല. സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചൊല്ലിക്കോ ഓദിക്കോ. നിങ്ങൾ ചൊല്ലിയത് കൊണ്ട് റസൂലുള്ളാഹിക്ക് പൈസ ഒന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ചൊല്ലിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മക്കത്തും മദീനത്തും അള്ളാന്റെ അബിയും പട്ടിണി കിടക്കാനൊന്നും പോകുന്നില്ല. നേട്ടം നിങ്ങൾക്ക് മാത്രമാണ്. ഒരിക്കലും അത് മറ്റൊരാൾക്കാണെന്ന് തോന്നിപ്പോകരുത്. നിങ്ങൾക്ക് വമ്പൻ നഷ്ടം വരും. ഒറ്റയ്ക്ക് കവറിന്റെ അകത്ത് കിടക്കുമ്പോ മലയാളം പുസ്തകം കാണൂല. അള്ളാഹ് കാക്കട്ടെ, കാത്തിരക്ഷിക്കട്ടെ പടച്ചോൻ. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം എല്ലാം. നമുക്ക് സ്റ്റാൻഡേർഡൊക്കെ കൂടും, പൈസ ഒക്കെ കൂടും. അല്ല, നമ്മളൊക്കെ മൊയിലാക്കന്മാരെ പോലെയൊന്നും അല്ല, നമ്മൾ അന്തസ്സായി ജീവിക്കുന്നവരാ, നമ്മൾ ദീൻ വിൽക്കൂല എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞൊക്കെ നടക്കും. അതൊക്കെ പറയാൻ മാത്രമേ രസം ഉണ്ടാവുള്ളൂ. ഒറ്റയ്ക്ക് കിടന്ന് അനുഭവിക്കുമ്പോ ഈ പറയാൻ കൂട്ടുനിന്ന ഒരുത്തിനുണ്ടാവൂല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മറ്റൊരു സൗഭാഗ്യത്തിന്റെ കഥ കേട്ടോ. അള്ളാഹുവിന്റെ റസൂലിന്റെ മനോഹരമായ ഒരു മാംസം പൊരിച്ചു കൊണ്ടുവന്നു കൊടുത്തു. ആരംഭ റസൂലിന്റെ വലതുഭാഗത്തിരിക്കുന്ന സഹാബികൾ മുഖത്തോട് മുഖം നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പൊ കിട്ടും. വലതുഭാഗത്തിരിക്കുന്നവർക്ക് റസൂലുള്ള കൊടുക്കുമല്ലോ. അപ്പൊ ഇത് കിട്ടിയപ്പോ എന്തായാലും ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഇടതുഭാഗത്തിരിക്കുന്നവർ വിചാരിച്ചു വലതുഭാഗത്തുകാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് നമുക്ക് കിട്ടുമല്ലോ. ആർക്ക് റസൂലുള്ളാഹി കൊടുത്തില്ല, അങ്ങനെ തന്നെ വെച്ചു. അപ്പൊ സഹാബികൾ ചോദിച്ചു, എന്ത് നബിയെ, ഇന്ന് അങ്ങ് ആർക്കും സപ്ലൈ ചെയ്യുന്നില്ലല്ലോ, എന്താ കാരണം? അല്ലാഹുവിന്റെ റസൂൽ രണ്ട് കരമുയർത്തിയിട്ട് ദുആരക്കും, അല്ലാഹുമ്മ അഅ്തിനി ബിഅഹബ്ബി ഖൽഖിക ഇലൈക യാ അല്ലാഹ്. പടച്ചവനെ, എന്റെ സഹാബികൾ ഏറ്റവും അധികം നീ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഇപ്പൊ എന്റെ മുമ്പിലേക്ക് നീ കൊണ്ടുവരണേ അല്ലാഹ്. ഈ മാംസം ഞാൻ ആദ്യം കൊടുക്കുന്നത് അയാൾക്കാണ്. ഞാൻ കഴിക്കുന്നതിന് മുമ്പേ ഞാൻ ആബിക്ക് കൊടുക്കും. പടച്ചവനെ, അങ്ങനെ ഒരാളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് അല്ലാഹുവേ, ആ സ്വഹാബികളെ കണ്ണുകളൊക്കെ വാതിലിലേക്ക് പതിയുകയാണ്. ആരാണാവോ കടന്നു വരുന്നത്? എല്ലാവരും നോക്കിയിരിക്കുമ്പോ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. അല്ലാഹുവേ, സഹാബത്തിന്റെ കണ്ണ് നിറഞ്ഞു പോയി, സ്നേഹം കൂടി പോയി. അവർക്കിത് കാണുമ്പോ അസൂയല്ല വരുന്നത്, അവർക്ക് കാണുമ്പോ സ്നേഹമാ വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ആ മാംസം അലി റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുകയാ. പോരെ പ്രിയപ്പെട്ടവരെ, ഇതിനപ്പുറം എന്ത് സൗഭാഗ്യമാണ് പ്രിയപ്പെട്ടവർക്ക് കിട്ടാനുള്ളത്? തീർന്നില്ല സഹോദരങ്ങളെ, തീർന്നില്ല. നീന്റെ കാവൽക്കാരനാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു രാത്രി ഉണ്ടല്ലോ, അലിയാർ തങ്ങളോട് പറഞ്ഞ രാത്രി ഉണ്ടല്ലോ. അതെപ്പോഴെന്നറിയോ? ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഗോത്രങ്ങളിൽപ്പെട്ട ഓരോ ഗോത്ര തലവന്മാര് ഊരിപ്പിടിച്ച പുതിയ വാളുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെറിയ വീടിന്റെ 4 ഭാഗത്ത് വളഞ്ഞു നിൽക്കുകയാ. എപ്പോഴാണോ നബി തങ്ങൾ മദീനത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി വരിക, ആ ഇറങ്ങി വരുന്ന സെക്കൻഡിൽ കഴുത്തറുപ്പിടുക, അതല്ലാതെ വേറെ ലക്ഷ്യമില്ല. ഈ മുഹമ്മദിനെ കൊണ്ടുള്ള ഉപദ്രവം തീർത്തേ മതിയാവുകയുള്ളൂ എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ ശത്രുക്കളാ ഭവനത്തിന്റെ 4 ഭാഗത്ത്
ഗോത്ര തലവന്മാര് ഒരു പിടിച്ച വാളുമാർ അവിടെ നേതൃത്വത്തിൽ തടിച്ചുകൂടിയിരിക്കുമ്പോ ആ വീട്ടിനകത്ത് ആ പരിസരത്തുള്ള സഹാബികളൊക്കെ മദീനത്തേക്ക് ഹിജറ പോയി. ഇനി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുരുക്കം ചില ആളുകളും മാത്രമേ ഉള്ളൂ. ആ വീട്ടിനകത്ത് മഹാനായ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ രാത്രി സമയത്ത് എഴുന്നേറ്റ് അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്നു, അലിയേ, ഞാൻ കിടക്കുന്ന സ്ഥലം ഇവിടെയാണ്, എന്റെ വിരിപ്പിതാണ്, എന്റെ ഈന്തപ്പനയുടെ ഓല ഇതാണ്, ഇവിടെ നീ കിടക്കുമോ അലിയേ? എന്നെ കൊല്ലാൻ വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾ പുറത്ത് കാത്തിരിക്കുകയാ. അള്ളാന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഇവിടെ നിന്ന് പോകാൻ പോവുകയാണ്. അതുകൊണ്ട് രാവിലെ എനിക്ക് പകരം നീയായിരിക്കണം പുറത്തിറങ്ങാനുള്ളത്. ചിലപ്പോൾ അവര് വെട്ടും, ചിലപ്പോൾ അവര് കൊല്ലും, അവർക്ക് എന്തും സംഭവിക്കാം. അലി റളിയല്ലാഹു അൻഹു എന്ന സഹോദരനോട് ആരംഭ റസൂൽ അത് ചോദിച്ചപ്പോ അലിയാർ തങ്ങൾ കരഞ്ഞോട് ചരിത്രം പറയുകയാ, യാ റസൂലല്ലാഹ്, കിടക്കുമോ എന്ന് ചോദിക്കണമോ നബിയേ? എനിക്ക് ഭക്ഷണം തന്ന, എനിക്ക് സ്നേഹം തന്ന നബിയേ, എനിക്ക് സ്നേഹം തന്ന നബിയേ. വെറുതെയല്ല സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പാടിയത്, അംദ ഉമ്മുൻ അമ്മബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറുൻ നബി. റബീഉൽ അവ്വൽ അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്തഹി വൽ ഹബീബുൽ അറബി. ഉമ്മാക്ക് കഴിയില്ല, ഉപ്പാക്ക് കഴിയില്ല, ഇത്രത്തോളം ഒരാളെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല എന്ന് പാടിപ്പോയത് വെറുതെയല്ല. അലിയാർ തങ്ങൾ പറയുന്ന, നബിയേ, ഞാൻ കിടന്നുകൊള്ളാ നബിയെ, അവര് വെട്ടട്ടെ, അവര് കുത്തട്ടെ, അവര് കൊല്ലട്ടെ റസൂലേ, അവിടുന്ന് പൊക്കോളാൻ പറഞ്ഞ മുത്ത് റസൂല് മക്കയുടെ സർവ്വകാര്യങ്ങളും അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയാണ്. അലിയേ, നീയാണ് കാവൽക്കാരൻ, അലിയേ, നീയാണ് കാവൽക്കാരൻ, അലിയേ, നീയാണ് കാവൽക്കാരൻ. അതുകൊണ്ട് അലിയേ, നീ സർവ്വകാര്യങ്ങളും നടത്തിയിട്ട് വേണം വരാറെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ പുറത്തിറങ്ങുകയാ. വജഅൽനാ മിൻ ബൈനി ഐദിഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ എന്ന പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് യാസീനില്ലേ, മറന്നുപോയോ കൊച്ചാണ് മൂടുകാരാ? മറക്കാൻ സാധ്യതയുണ്ട്. ഭർത്താവിന് ഗൾഫിൽ നല്ല ജോലി കിട്ടിയല്ലോ, മക്കൾക്ക് പരീക്ഷയിൽ നല്ല ഉന്നത വിജയം കിട്ടിയല്ലോ, നിന്റെ ശരീരം നിറച്ച് സ്വർണ്ണമായല്ലോ. ഇനി പഴയകാലത്ത് ഉമ്മമാര് ചെയ്തിരുന്ന അമലുകളെ മറക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? ആ ഖുർആനിന്റെ മനോഹരമായ വചനമോദിയിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പുറത്തിറങ്ങുകയാണ്. ആ അലി റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങി വരുന്ന സമയത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ പിടിക്കുകയാ. അലിയോട് ചോദിച്ചവിടെ മുഹമ്മദിനോട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, രാത്രി തന്നെ പോയല്ലോ എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, റഖീബൻ അലി, എന്നെ അലി റളിയല്ലാഹു അൻഹു ആകുന്ന എന്നെ അല്ലാഹുവിന്റെ റസൂൽ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടാ പോയിരിക്കുന്നത്. ഈ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അലിയുൻ അഖീ ഫിദ് ദുനിയാ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനാണ്. അലിയും മിന്നി വഅന മിൻ അലി, ഞാൻ അലിയിൽപ്പെട്ടവനാണ്, അലി റളിയല്ലാഹു അൻഹു എന്നിൽപ്പെട്ടവനാണ്. അലിയും മിന്നി ബിമൻസിലതി റഅസിൻ മിൻ ബദനി, എന്റെ ശരീരത്തിൽ തലയുടെ സ്ഥാനമാണ് അലിയാരിതങ്ങൾക്കുള്ളതെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ഇത്രയൊക്കെ സ്ഥാനമുള്ളത് കൊണ്ടാണ് ബദർ യുദ്ധം നടന്നപ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾ മറുഭാഗത്ത് തടിച്ചുകൂടിയിരിക്കുമ്പോ ഇപ്പുറത്ത് ഭാഗത്ത് ഇസ്ലാമിന്റെ പ്രിയപ്പെട്ട സന്തർ സഹചാരികളാണ് സഹാബാക്കിറ പട്ടിണിയാണ്, പരിവട്ടമാണ്, കഷ്ടപ്പാടാണ്, മെലിഞ്ഞുണങ്ങിയവരാണ്, സാധുക്കളാണ്, ആയുധം കുറവാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ശത്രുക്കൾ പ്രശ്നമുണ്ടാക്കിയാലല്ലാതെ അവർക്കൊരു ബുദ്ധിമുട്ട് നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞു. അത് നമ്മുടെ പ്രവാചകരാണ്. കൊച്ചാലമോടുള്ള ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങള്, അതാണ് നിങ്ങൾ പരിചയപ്പെടുന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അല്ലാതെ മലയ്ക്ക് പോകുന്നവന്റെ വാഹനത്തിന്റെ ടയർ കുത്തി കീറിയിട്ട് തക്ബീർ വിളിക്കുന്ന, ആരെയും ഉപദ്രവിക്കാത്ത ഹൈന്ദവന്റെ മുഖത്ത് നോക്കി ഇസ്ലാമിന്റെ പവറിന്റെ രക്തം കാണിക്കുന്നവര് യഥാർത്ഥ മുസ്ലിം അല്ല എന്ന് കൊച്ചാലമൂട്ടിലെ എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ ഞാൻ പറഞ്ഞു തരികയാ. ഇത് പറയുമ്പോ ഏറ്റവും വലിയ തീവ്രമായ ഇസ്ലാമിന്റെ കാര്യങ്ങൾ കൊള്ളുന്ന എന്റെ ചെറുപ്പക്കാർക്ക് മനസ്സിനകത്ത് സങ്കടം വരണ്ട. ആവശ്യമില്ലാതെ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടിയിട്ട് എന്റെ പ്രിയപ്പെട്ട
ചെറുപ്പക്കാർ ഏറ്റവും വലിയ വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ആഗ്രഹിച്ച അവസാനം നാശത്തിലേക്ക് ചെന്നുവിട്ടു പോകുന്നത് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവര്, ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രശ്നമുണ്ടാക്കിയാൽ അല്ലാതെ നിങ്ങൾ അങ്ങോട്ട് പ്രശ്നത്തിന് ചെല്ലരുത്. ആ സമയത്ത് അവിടെ നിന്നുകൊണ്ട് വലീദും ഉത്തുബത്തും ശൈബത്തും ഒക്കെ വെല്ലുവിളിക്കുകയാ, പറഞ്ഞു വിടടാ മുഹമ്മദേ, ധൈര്യമുണ്ടെങ്കിൽ പറഞ്ഞു വിട്ട് എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അൻസാരികളിൽപ്പെട്ട ചില സഹാബികൾ അങ്ങോട്ട് പറഞ്ഞു വിട്ട് യുദ്ധം ചെയ്യാൻ. അൻസാരികളിൽപ്പെട്ട മെലിഞ്ഞുണങ്ങിയ കുറെ ആളുകൾ അങ്ങോട്ട് ചെല്ലുമ്പോ ഇസ്ലാമിന്റെ ശത്രുക്കളിൽപ്പെട്ട വലീദും ഉത്തുബത്തും ഒക്കെ വിളിച്ചു പറഞ്ഞു, മുഹമ്മദ് നിങ്ങളെ കളിയാക്കുകയാണോ? വാളോങ്ങാൻ പോലും ഇവരില്ല നിങ്ങൾക്ക്. ഇവരെ പറഞ്ഞു വിടുമ്പോ ഇതൊരു യുദ്ധമല്ല മുഹമ്മദേ, നീ ഞങ്ങളെ കളിയാക്കാണോ? നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നിന്റെ കൂടെ നീ പാലും തേനൊക്കെ കൊടുത്ത് വളർത്തിയ ഒരു സാധനം ഉണ്ടല്ലോ, അവനെ അങ്ങോട്ട് ഇറക്കി വിടാം. നമുക്ക് അവനാണ് ആവശ്യം, അല്ലാതെ ഈ പാവപ്പെട്ടവരൊക്കെ അങ്ങോട്ട് കയറ്റി ഇവരൊക്കെ വെറുതെ കൊന്നിട്ടിട്ടൊരു കാര്യമൊന്നുമില്ല. നിന്റെ കൂട്ടത്തിൽ ചില മിടുക്കന്മാരുണ്ട്, അവരെ ഇങ്ങോട്ട് ഇറക്കി വിടാൻ പറയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കി നിൽക്കുമ്പോ ശത്രുക്കൾ പേരെടുത്തു പറഞ്ഞു, ധൈര്യമുണ്ടെങ്കിൽ നിന്റെ അലിയെ ഇങ്ങോട്ട് പറഞ്ഞു വിടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ടെന്റിനകത്തേക്ക് കയറി, ഖും യാ അലി, അലി എന്ന് എഴുന്നേൽക്കുക. ബദർ യുദ്ധത്തിന്റെ പ്രഥമ കവാടം തുറന്നുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മുമ്പിലേക്ക് പോയി യുദ്ധം ചെയ്തു. സംഭവമൊക്കെ കഴിഞ്ഞ് വിജയിച്ചു മടങ്ങി വന്നു. ആ ചരിത്രം പറയൽ അലി റളിയല്ലാഹുവിന്റെ ചരിത്രം പറയുന്നതിനോട് ചേർന്നതല്ല. അത്ര ഭാഗം മാത്രമേ അലി തങ്ങളുടെ കാര്യത്തിൽ പറയേണ്ടതുള്ളൂ. അത് കഴിഞ്ഞിട്ട് എല്ലാ യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്നു ആര്? അലി റളിയല്ലാഹു അൻഹു. എന്നാൽ ഒരു യുദ്ധത്തിന് അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുപോയില്ല. തബൂക്ക് യുദ്ധത്തിന് കൊണ്ടുപോയില്ല. നീ വേണ്ട, നീ യുദ്ധത്തിന് വേണ്ടി വരാൻ വേണ്ടി ഒരുങ്ങണ്ട എന്ന് റസൂലുള്ള പറഞ്ഞപ്പം മുതൽ അലി റളിയല്ലാഹു അൻഹു കരയാണ്. നമ്മളാരെങ്കിലും പറഞ്ഞ അൽഹംദുലില്ലാ, കടുവപ്പള്ളി കൊടുത്ത കടാത്തം സ്വീകരിച്ചു, എന്നെ വേണ്ടാന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞല്ലോ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന് നീ യുദ്ധത്തിന് വരണ്ട. അലി റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. അലി റളിയല്ലാഹു അൻഹു കരഞ്ഞ അല്ലാഹുവിന്റെ റസൂലിന് സഹിക്കൂല. അത്രയ്ക്ക് സ്നേഹമുള്ള ഒരു കരഞ്ഞ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂല. അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണീര് കണ്ട് റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് അലിയാർ തങ്ങൾ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് തുഖല്ലിഫനി മഅൻ നിസാഇ വസ്സിബിയാൻ. യുദ്ധത്തിന് പോകാതെ നാട്ടിൽ നിൽക്കുന്ന സ്ത്രീകളെടുത്ത് മക്കളോടൊത്ത് നിൽക്കാനാണോ എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്ന റസൂലേ? യുദ്ധത്തിന് പോകാതെ ഇവിടെ നിൽക്കുന്ന കുറെ സ്ത്രീകളുണ്ട്, കുറെ കുഞ്ഞുങ്ങളുണ്ട് നബിയേ, അവരോടൊത്ത് ഇവിടെ നിൽക്കാനാണോ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് കരയാ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അലാ തർളാൻ തകൂന മിന്നീ ബിമൻസിലത്തി ഹാറൂന ബി മൂസാ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹാറൂനുമുള്ള ബന്ധം പോലെ എന്റെ പ്രിയപ്പെട്ട അലിയേ, എന്റെ പ്രിയപ്പെട്ട അലിയേ, മൂസാ നബി ഹാറൂന് കൊടുത്ത സ്ഥാനം പോലെ ഞാൻ നിനക്കൊരു സ്ഥാനം തരുന്നത് പോലെ അലിയേ, അത് നിനക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചപ്പോ കണ്ണീര് തുടച്ചുകൊണ്ട് ഒരു കൂടപ്പറപ്പിന്റെ സ്ഥാനം കിട്ടിയപ്പോ സമാധാനത്തോടെ തിരിച്ചുപോയി മഹാനായ അലി റളിയല്ലാഹു അൻഹു. എന്നാൽ അലി റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യത, കഅബയിൽ പ്രസവിച്ചു, ആദ്യമായിട്ട് നിസ്കരിച്ചു, റസൂലുള്ളാഹിയുടെ നിസ്കാരം കണ്ടു, മുത്ത റസൂൽ എന്നെ വളർത്തി, പല കാര്യങ്ങളും ചെയ്തു. ഏറ്റവും വലിയ ഭാഗ്യത അറിയോ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യത ജീവിതത്തിലാണ്. മരിക്കുന്ന സമയം കലിമ പറയല, അതല്ലാതെ അതിനു മുമ്പുള്ള ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യത കല്യാണം കഴിയില്ല. കല്യാണം കഴിക്കല് വലിയ ഭാഗ്യമാണെന്ന് കല്യാണം കഴിച്ചവര് പറയട്ടെ, കഴിക്കാത്തവർക്ക് അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. കഴിച്ചവര് പറയണത് അല്ലാഹ് വെട്ടുസ്താദെ. കല്യാണം കഴിക്കലല്ല, പിന്നെ ആ കല്യാണത്തിലൂടെ ഒരു സോലിഹത്തായ പെണ്ണിനെ കിട്ടൽ ഒരു വലിയ ഭാഗ്യം. അതൊരു വലിയ ഭാഗ്യമാണെന്ന് സോലിഹത്തായ ഭാര്യമാരുള്ളവര് പറയട്ടെ. നിങ്ങളുടെ ഭാര്യ സോലിഹത്താണോ എന്ന് ചോദിച്ചാൽ, ഇവിടെ ഭാര്യമാര് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കൈവെക്കും. കാരണം എന്താ, അവള് മുകളിലിരിക്കുകയാണ്, കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് സോലിഹത്ത് തന്നെ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല അല്ലെ? അതൊരു സോലിഹത്താവണം. നിങ്ങൾ വിചാരിക്കണം ഔഷാദ് വാക്കുകയൊക്കെ കുടുംബജീവിതത്തെ കുറിച്ചൊക്കെ പ്രസംഗിച്ചപ്പോ എത്ര അടിപൊളിയായിരിക്കും, ഭാര്യയൊക്കെ സെറ്റപ്പായിട്ടായിരിക്കും ചെയ്യും. ഞാൻ അനുഭവിക്കണ എനിക്കെല്ലാം അറിയുള്ളൂ. എല്ലാവർക്കും അതിന്റെ, മുസ്ലിയാരായാലും തങ്ങളായാലും പെണ്ണല്ലേ. നമ്മളെ വീട്ടിൽ നമ്മളോടൊപ്പം കഴിയുന്ന പെണ്ണെന്ന് പറഞ്ഞാൽ ആ പെണ്ണിന് അള്ളാഹു കൊടുത്ത എല്ലാ കുറവും എല്ലാ പെണ്ണിനും ഉണ്ടാവും. 2 പെണ്ണ് കിട്ടിയോടെ നിങ്ങൾ ചോദിച്ചു നോക്കേ. 2 ഭാഗത്തും തീ കത്തിച്ചിട്ട് ചൂട്ടിന്റെ മധ്യത്ത് വിട്ട ഉറുമ്പിന്റെ അവസ്ഥയാണ്. ഇപ്പൊ എത്തും പടച്ചോനെ കത്താൻ എന്നുള്ളത്. ഇതാണ് അവസ്ഥ. അത് പറഞ്ഞുകൊണ്ട് ആദ്യം കിട്ടി ശരിയല്ല എന്ന് രണ്ടാമത്തെ ചാടാനൊന്നും നിൽക്കണ്ട. ഉള്ളതിനെ പെയിന്റ് അടിച്ച് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് കൊണ്ട് കിടക്കാന്നല്ലാതെ മറ്റിനെ കുറിച്ച് ചിന്തിച്ച്
ചതിയിൽ ചെന്ന് വീഴേണ്ട വളരെ കറക്റ്റായ കാര്യമാണ്. ഇസ്ലാം സംഭവം നാല് കെട്ടാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആലോചിച്ച് ചെയ്തില്ലെങ്കിൽ സർവ്വതും നഷ്ടപ്പെടും. പൈസയുണ്ട്, ആരോഗ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ കെട്ടും, തോന്നിയതുപോലെ കെട്ടും, ആരുടെ എന്നെ ചോദിക്കാനെന്നൊക്കെ പറഞ്ഞാൽ അവസാനം സംഭവം പ്രശ്നമാവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നല്ല കുടുംബജീവിതം അള്ളാഹു നമുക്ക് തരട്ടെ. ഭർത്താക്കന്മാരാകാൻ പോകുന്ന, വിവാഹം കഴിക്കാൻ പോകുന്ന സഹോദരങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. എനിക്ക് അവളെ മതി എന്നൊക്കെ വാശി പിടിച്ച് ശാഠ്യം പിടിച്ച് നിൽക്കുമ്പോൾ ജീവിക്കേണ്ടത് നിങ്ങളാണ്. വാപ്പയല്ല, ഉമ്മയല്ല, ആരുമല്ല. അതൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കണം. വളരെ ആലോചിച്ച് ചെയ്യാവൂ. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ ഭാഗ്യമേതാ? പെരുമ്പരായൊന്നും ഇസ്ലാമിൽ വമ്പുറ്റോരാരംഭമേറുന്ന ധീരരേ, അമ്പിയ രാജാവിന്റെ ഉമ്പക്കനി മകൾ ഫാത്തിമക്കിണയായൊരു മാരരേ. മഹാനായ മുത്തറസൂലിന്റെ പ്രിയപ്പെട്ട കരന്റെ കഷണമാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇണയായി കിട്ടിയില്ലേ? എത്രയോ സഹാബികൾ കൊതിച്ചതാ. അന്ന് വിവാഹത്തിന് പ്രായം ഒരു പ്രശ്നമായിരുന്നില്ല. 18 15 എന്നൊന്നും നിയമമില്ലാത്ത കാലമാ. പ്രായവ്യത്യാസമെന്നെ ഒരുപാട് ആളുകൾക്ക് വിവാഹം കഴിക്കാൻ അനുമതിയുള്ള കാലമാ. എത്രയോ പ്രിയപ്പെട്ട സഹാബികൾ വന്ന് ആരംഭ റസൂലിനോട് ചോദിച്ചതല്ലേ, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് തരൂ നിങ്ങളുടെ റോസാപ്പൂ പൊഴിക്കുന്ന പൊന്നുമോള്, പനിതീർകളങ്ങളൊന്ന് വീണ് കിടക്കുന്ന സൗകുമാരിതയിൽ ലോകത്തെ പ്രകാശത്തിന്റെ പ്രഭ പരത്തിപ്പോടെ ഫാത്തിമ റളിയല്ലാഹു അൻഹ, എനിക്ക് തരുവോ നബിയേ? ഞാൻ തറയിൽ വെക്കാതെ നോക്കിക്കൊള്ളാൻ നബിയേ. അവസാനം അല്ലാഹുവിന്റെ തീരുമാനം വന്നത് ഈന്തമരത്തിന്റെ ചോട്ടിലെ പുല്ല് ചെത്തിയിട്ട് ജീവിക്കുന്ന പാവപ്പെട്ടവനാര് അലി റളിയല്ലാഹു അൻഹുവിന് കൊടുക്കാനാണ്. അതിൽ കൂടുതൽ ഭാഗ്യമിനി അലിയാർ നിങ്ങൾക്ക് വേറെ കിട്ടാനുണ്ടോ? ജീവിതത്തിന്റെ കഷ്ടപ്പാടും കണ്ണീരും ഒക്കെ അനുഭവിച്ച് വീട്ടിലേക്ക് വരുമ്പോ ഞാനുണ്ടെന്ന് പറഞ്ഞ് വാരിപ്പുണരുന്ന ഒരു ഇണയെ കിട്ടണമെങ്കിൽ എന്റെ ചെറുപ്പക്കാരെ അല്ലാഹു തരുന്ന വലിയ ഭാഗ്യം തന്നെയാണ്. അല്ലാഹു തരുന്ന വലിയ ഭാഗ്യം തന്നെയാണ്. അതെല്ലാവർക്കും കിട്ടണമെന്നില്ല. മലബാറിന്റെ തീരത്ത് എനിക്ക് പരിചയമുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരൻ അപകടം പറ്റിയും നിറഞ്ഞപ്പോ ഞാൻ കാണാൻ പോയി. ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഞാൻ സാധാരണ പോകുന്ന വാഹനത്തിലല്ല പോയത്. അതുകൊണ്ട് ഞാനാണ് വരുന്നതെന്നവർക്ക് മനസ്സിലായില്ല. വീടിന്റെ സിറ്റ് ഔട്ടിൽ തന്റെ പ്രിയപ്പെട്ട അപകടം പറ്റിയ ഭർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാര്യ. കാലൊടിഞ്ഞ് കൈയൊടിഞ്ഞു പോയ പ്രിയപ്പെട്ട ഭർത്താവിന്റെ 2 കൈയും ഒരു കാലും ഒടിഞ്ഞു പോയി. അതേ സിറ്റ് ഔട്ടിലെ ഒരു കസേരയിൽ ഇരിക്കുകയാണ്. ഒടിയാത്ത കാലൊരു സ്റ്റൂളിന്റെ മുകളിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യ കാലിങ്ങനെ ഞെക്കിക്കൊടുക്കുകയാണ്. അല്ലാഹുവേ, വെള്ളം തുണിയിൽ നനച്ചിട്ട് ഭർത്താവിന് കുളിക്കാൻ കഴിയില്ലല്ലോ. ആ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ പിടിച്ചു കൊടുക്കുകയാണ്. ഞാൻ ചെന്നപാട് ആ പ്രിയപ്പെട്ട സഹോദരൻ എഴുന്നേറ്റകത്തേക്ക് പോയി. ആ സഹോദരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് അല്ലാഹു തന്ന ഭാഗ്യമാണ്. എന്റെ ഉമ്മ പോലും അപകടത്തിൽപ്പെട്ടിട്ട് എന്നെ ഒന്ന് കാണാൻ വന്നില്ല. എനിക്ക് അല്ലാഹു തന്ന ഭാഗ്യമാണ്. എന്റെ പ്രിയപ്പെട്ടവൾ എന്റെ മൂത്രമെടുത്ത് പുറത്തുകൊണ്ട് കളയുന്ന, എനിക്ക് ശുദ്ധീകരിച്ചു തരുന്ന, എന്റെ ശരീരം സംരക്ഷിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവൾ. അങ്ങനെ എത്രയോ കാഴ്ചകൾ ഈ പാവപ്പെട്ടവൻ കണ്ടിട്ടുണ്ട്. ചാവക്കാട് നട്ടെല്ല് തളർന്നിട്ട് കിടന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ കല്യാണം കഴിച്ച 3ാമത്തെ മാസം നട്ടെല്ല് ഒടിഞ്ഞ് കിടന്നു പോയതാ. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ടവരെ 4 വർഷത്തോളം പ്രിയപ്പെട്ട ഭാര്യ ആര് പറഞ്ഞിട്ടും കേട്ടില്ല. ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയില്ല. ഭാര്യമാര് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയില്ല എന്ന് ഡോക്ടർമാര് പറഞ്ഞപ്പോഴും ഇക്കാ ഞാൻ എങ്ങനെയാണ് നിങ്ങളെ മറക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ടവന്റെ വിഷമം മാറ്റാൻ, ആ പ്രിയപ്പെട്ടവനെ സംരക്ഷിക്കാൻ വേണ്ടി 4 വർഷത്തോളം കൂടെ നിന്ന് അവസാനം മഹലിലെ ഉസ്താദുമാരും നാട്ടുകാരും ഒക്കെ നിർബന്ധിച്ചിട്ടാണ് മറ്റൊരു കല്യാണത്തിന് മനസ്സ് വെച്ച് ഈ ഭർത്താവിനെ പറഞ്ഞ് ഇസ്ലാമിക നിയമപ്രകാരമുള്ള ഒഴിവാക്കലും കഴിഞ്ഞ് പുറത്തു പോയതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ഭർത്താവിനെ മറന്ന് അടുക്കളയുടെ പിന്നാമ്പുറത്തെ വാതില് മസിൽ മണ്ണിന് വേണ്ടി തുറന്നു കൊടുക്കുന്ന പെണ്ണ്, കാത്തിരിക്കുന്നൊരു കബറിന്റെ കത്ത് തലയുള്ള പാമ്പുകളാ, കാത്തിരിക്കുന്നൊരു നരകത്തിന്റെ കനൽക്കെട്ടകളാ. ദുനിയാവിന്റെ രസത്തിന് വേണ്ടി അത് ചിന്തിക്കല്ലേ പൊന്നുമോളെ. മരണത്തെ ഓർക്കണേ, കബറിനെ ഓർക്കണേ, അല്ലാഹുവിന്റെ ദീൻ ഉൾക്കൊള്ളണേ. അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഭാര്യയായി കിട്ടിയതാ. അതിൽ പര ഒരു ഭാഗ്യമുണ്ടോ? പക്ഷെ ഫാത്തിമ റളിയല്ലാഹു അൻഹ തമാശക്ക് നബിതങ്ങളോട് ഒരു കാര്യം ചോദിച്ചു. അപ്പോ നബിതങ്ങൾക്ക് അത് വലിയ സങ്കടമായി. തമാശക്ക് ചോദിച്ചതാ, അങ്ങനെ സങ്കടം ആകില്ല എന്ന് കരുതിയിട്ടാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ചത്.
ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ എത്രയോ സമ്പന്നര് വന്ന് എന്നെ ചോദിച്ചു, എനിക്കറിയാം. കല്യാണത്തിന് മുമ്പാണ്, അലി റളിയല്ലാഹു അൻഹുവായിട്ടുള്ള കല്യാണം തീരുമാനിച്ചതിന് ശേഷം. എത്രയോ സൗന്ദര്യമുള്ളവര് ഈ മക്കത്ത് വന്ന് എന്നോട് കല്യാണം ആലോചിച്ചു റസൂലേ. എത്രയോ സമ്പന്നര് വന്ന് കല്യാണം ആലോചിച്ച നബി, അവർക്കൊന്നും കൊടുക്കാതെ അങ്ങയുടെ കരളെന്ന് പറഞ്ഞ ഈ ഫാത്തിമ ഇങ്ങനെ മാറ്റിവെച്ചിരുന്നത് ലി ഫഖീരി മിൻ ഖുറൈശ്, ഖുറൈശികളിൽപ്പെട്ട ഈ പാവപ്പെട്ട ഫക്കീറിന് കൊടുക്കാനാണോ നബി? വെറുതെ ചോദിച്ചതാ തമാശക്ക്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണ് നിറഞ്ഞുപോയി. ഹരംബ റസൂൽ പറഞ്ഞു, ഫാത്തിമ, അലി റളിയല്ലാഹു അൻഹു പരലോകത്തെ പണക്കാരനാണ് ഫാത്തിമ. അലി റളിയല്ലാഹു അൻഹു ഫക്കീറല്ല ഫാത്തിമ, അല്ലാഹുവിന്റെ കോടതിയിലെ പണക്കാരനാണ് ഫാത്തിമ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവിടെയാണ് ഞാനും നിങ്ങളും വിജയിക്കേണ്ടത്. അവിടെയാണ് പൊന്നുമോനെ നമ്മൾ വിജയിക്കേണ്ടത്. ദുനിയാവിൽ എത്ര സൗഭാഗ്യം കിട്ടിയാലും എത്ര നേട്ടങ്ങൾ കിട്ടിയാലും എന്തൊക്കെ കൈയടക്കി വെച്ചാലും അല്ലാഹുവിന്റെ കോടതിയിൽ വല്ലദീന തഖൗ ഫൗഖഹും യൗമൽ ഖിയാമ. ദുനിയാവിൽ നിന്നെ മാറ്റിവെക്കട്ടെ, കുറ്റപ്പെടുത്തട്ടെ, കല്ലെറിയട്ടെ, പരിഹസിക്കട്ടെ, ചീത്ത വിളിക്കട്ടെ, ആക്ഷേപിക്കട്ടെ, പക്ഷെ അള്ളാന്റെ സത്യസന്ധതയുടെ കോടതിക്ക് മുന്നില് അവിടെ ഏറ്റവും വലിയ വിജയം ഭരിക്കുന്നയാളാവാ. എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സ് വെക്കുക, അവിടെ അള്ളാഹു നോക്കുന്നത് കെട്ടിനപ്പുറമുള്ള തഖ്വയാണ്, മട്ടിനപ്പുറമുള്ള തഖ്വയാണ്, ശൈലിനപ്പുറമുള്ള തഖ്വയാണ്. ആ തഖ്വയുള്ളവർക്ക് വിജയം ഭരിക്കുന്ന ലോകത്ത് എന്റെ അലിയാരിതങ്ങള് സമ്പന്നനാണ് ഫാത്തിമ എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു. പക്ഷേ അലിയാരിതങ്ങൾക്ക് കണ്ണീരായിരുന്നു ഫാത്തിമാരെ കിട്ടുമെന്ന് പറഞ്ഞപ്പോ. സന്തോഷമുണ്ടെങ്കിലും കണ്ണീരായിരുന്നു. എന്താ കാരണം? നമ്മളെ പോലെ അലി റളിയല്ലാഹു അൻഹുവിന് 1,00,000 രൂപയുടെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ കാശില്ല. മോളെ ത്രാസിൽ കയറ്റി തൂക്കി നോക്കിയിട്ട് 60 കിലോ ഉണ്ട്, 60 കിലോ സ്വർണം. മോളെ തൂക്കത്തിന് തുലാഭാരം പോലെ സ്വർണം കൊടുത്ത് കെട്ടിക്കാനൊന്നുമില്ല. അലി റളിയല്ലാഹു അൻഹുവിന് പെണ്ണ് കെട്ടുമ്പോ തന്റെ കുടുംബത്തിൽപ്പെട്ട ഓരോരുത്തർക്കും മാറി മാറി കല്യാണത്തിന്റെ ഒന്ന് ഉടുത്തൊരുങ്ങി ആഹ്ലാദിക്കാൻ ഡ്രസ്സുകൾ എടുത്തു കൊടുക്കാൻ കാശില്ല. അല്ലേ? നമ്മുടെയൊക്കെ സഹോദരിമാർ ഇവിടെ വലിയ നിയമങ്ങൾ ഇല്ലാതിരുന്നിട്ട് പോലും ഒരു 50,000, 1,00,000, 2,00,000 രൂപയുടെ ഡ്രസ്സ് എടുക്കും വീട്ടിൽ ആരുടെ കല്യാണം നടന്നാലും. കണ്ണൂരിലും കാസർഗോഡൊക്കെ പോയാലുണ്ടല്ലോ, ഒരു പുതുമണവാട്ടിയുടെ പെണ്ണിനെടുക്കുന്ന ഡ്രസ്സ് 3 മണവാട്ടിയുടെ ഡ്രസ്സിന്റെ വിലയാണ്. അത്രയ്ക്ക് പവറ. ഉമ്മമാർക്കാണ് ഒരുക്കം, പെമ്മക്കുട്ടിയേക്കല്ല. ഉമ്മമാർക്കാണ് ഒരുക്കം. എത്ര പണം നമ്മൾ പൊടിച്ചു കളയുന്നു. എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളോട് പറയാം, എന്റെ കല്യാണം നിങ്ങൾക്കറിയാം, അഭിമാനത്തോടു കൂടി പറയാം, എത്ര നിങ്ങൾക്ക് ചുരുക്കാൻ പറ്റും അത്രയും ചുരുക്കണം. ചുരുക്കാൻ വേണ്ടിയിട്ട് ഒളിച്ചോടിയിട്ട് രജിസ്റ്റർ വിവാഹം നടത്തി കളയരുത്. അത് പറഞ്ഞ എനിക്ക് ഞാൻ ചുരുക്കാൻ തയ്യാറാന്ന് പറഞ്ഞ് എവിടെയെങ്കിലും വിളിച്ചോണ്ട് രജിസ്റ്റർ വിവാഹം നടത്തി 10 രൂപയുടെ കേസല്ലേ ഉള്ളൂ, റാഹത്തായി വാക്കവി പറഞ്ഞ പിന്നെ അതിനപ്പുറം ഇല്ല. അങ്ങനെ എന്റെ പേരിൽ പഴിയാരരുത്. അപ്പോ ചുരുക്കാന്ന് പറഞ്ഞ ഒരു മാതൃകയായിരിക്കണം നമ്മുടെ കല്യാണം. അല്ല നമ്മളിപ്പോ നിസ്കരിക്കുന്നു, മറ്റു എല്ലാ കാര്യത്തിലും ഒരു ഇസ്ലാമിയത്തിന്റെ ഒരു ഒഴുക്കുണ്ടായാൽ അതൊരു വലിയ തൗഫീഖാണ്. അള്ളാഹു ആ മഹാഭാഗ്യം നമുക്ക് തരട്ടെ. ഇച്ചിരിയൊക്കെ ത്യാഗം ചെയ്യാനുള്ള മനസ്സ്, ഒന്ന് പരിശ്രമിക്കാനും ഇച്ചിരി കഷ്ടപ്പെടാനും കൂടെ ഒരു മനസ്സുണ്ടാവണം. ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന കവറിന്റെ അകത്ത് ആരും ഉണ്ടാവില്ല സഹോദരൻ. വളരെ പ്രയാസമാണ്. അപ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ടവർ തീരുമാനിച്ചതെന്താ? മക്കയിലെ ഏറ്റവും വിലപിടിപ്പുള്ള പുല്ലാണ് ഇദ്ഖർ പുല്ലെന്ന് പറയും. ഇദ്ഖർ പുല്ല് അത് ഒരുപാട് നിൽക്കുന്ന സ്ഥലത്ത് പോയി അതിനെ ചെത്തിയെടുത്ത് ഒരു കൊട്ടയ്ക്കകത്താക്കി ആ ഇദ്ഖർ പുല്ല് കമ്പോളത്തിൽ കൊണ്ടുവന്ന് കല്യാണത്തിന് മുമ്പ് കച്ചവടം നടത്തുക അലി റളിയല്ലാഹു അൻഹു തീരുമാനിച്ചതാ. വേങ്ങോടും പാലോടും മഞ്ഞമലയിലും കൊച്ചാലമൂടും വാവറമ്പലത്തും പോത്തങ്കോടും പാച്ചറയിലും ഒക്കെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ കല്യാണത്തിന് കാശില്ലാതെ വന്നാൽ എന്താ ചെയ്യാ? പലിശക്കാരനെ വിളിക്കും. അല്ലോ അണ്ണ, അങ്ങനെ ഒരു സ്ത്രീധനൊക്കെ ഒരുപാടുണ്ട്, എന്നാലും എന്റെ കയ്യിൽ ഒരു നിലനിൽപ്പിനൊന്നുമില്ല, ഒരു 1,00,000 എങ്ങനെയും ഒന്ന് കുറഞ്ഞ പലിശക്ക് എങ്ങനെയും ഇച്ചിരി ഒന്ന് മറിച്ച് തന്ന പിന്നെ 2 മോതിരം മിക്കവാറും റെഡിയാവും, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ പെണ്ണ് സംഭവമൊക്കെ സെറ്റപ്പാണ്. ഞാൻ കണ്ടു, സ്വർണ്ണമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഫോണിലൂടെ ഒന്ന് ചൊല്ലലുണ്ട്, കാര്യങ്ങളൊക്കെ പറയലുണ്ട്. അങ്ങനെ 1,00,000, 2,00,000 ഇങ്ങനെ പലിശക്ക് എടുക്കില്ല. ഒരാവശ്യമില്ലാതെ എടുക്കുക. ഒരാവശ്യവുമില്ലല്ലോ. എന്തിനാണ് എടുക്കുക? ഒരാവശ്യമില്ലല്ലോ. വെറുതെ അടിച്ചു വിളിക്കാം. പെണ്ണിന്റെ കൂടെ നടക്കണ്ടേ? കാർ റെന്റിനെടുക്കും. എന്തിനാണ്? അല്ലെ? നമുക്കുള്ളത് വെച്ചിട്ടൊരു ആഘോഷം പോരെ. എന്നാലും അതുണ്ടെങ്കിലേ പറ്റൂ. പെണ്ണിനെ കൊണ്ടൊക്കെ ഒന്ന് വിരുന്നിനൊക്കെ പോകുമ്പോ
കാറിലൊക്കെ ചെന്ന് ഇറങ്ങി പോകണേ, ചാവിയൊക്കെ ഇറക്കി. കല്യാണം കഴിച്ചതുകൊണ്ട് പാരീസ് വരെ ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. അപ്പൊ ആരോടൊന്ന് വെളിയിറങ്ങി കാണൂലല്ലോ. അപ്പൊ ചിലപ്പോ വേഗം ഓടുന്ന ടൗൺ കണ്ടാണല്ലോ, 16 മൈൽ വരെ പോയിട്ടുണ്ടാവുള്ളൂ. എന്നാലും പാരീസ് പോകണമെന്നുണ്ട്. അടുത്ത ആഴ്ച ചിലപ്പോ ശരിയാവും. വിസയ്ക്ക് അപ്ലോഡ് ചെയ്ത് പാസ്പോർട്ട് കൊടുത്തു. ഈ ഡയലോഗ് ഒരു 3-4 മാസം എല്ലാ പണിത്താക്കന്മാരും പണയെന്ന് തന്നെയാണ്. അത് കണ്ടിട്ട് നിനക്കൊരു വെറൈറ്റി ആവാനെങ്കിലും ഒന്ന് ആഗ്രഹിച്ചൂടെ? അത് വേണ്ടാന്ന്. ഇപ്പൊ ന്യൂ ജനറേഷൻ അല്ലേ, പക്ഷെ അതും ചിന്തിക്കൂല. നമ്മുടെയൊക്കെ മനസ്സെങ്ങനെയാ? ജനങ്ങളുടെ മുന്നിൽ ഒന്ന് തല ഉയർത്തുക. അള്ളാന്റെ മുന്നിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നടക്കണം. അള്ളാന്റെ മുന്നിൽ നടന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ പാപ്പരാവാൻ തീരുമാനിച്ചോ? അതാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അതാണ് മഹാന്മാരെ ഔലിയാക്കൾ, അതാണ് കുത്തുബീങ്ങൾ. നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ കുളിക്കാതെ നനയ്ക്കാതെ നടക്കുന്ന പോലെ തോന്നും, പക്ഷെ അള്ളാന്റെ അടുത്ത് അവരൊക്കെ പുതുമണവാളന്മാരെക്കാൾ പവറാണ്. അതുകൊണ്ടാണ് ഔലിയാക്കളെ കുറിച്ച് നമ്മൾ എന്നും അന്നും ഇന്നും അഭിമാനത്തോടെ പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കണം. അലി റളിയല്ലാഹു അൻഹു ഒരു വലിയ സംഭവം നടക്കാൻ പോവാണ്, കേട്ടോ. അലിയാർ തങ്ങളുടെ ജീവിതത്തിൽ പൊട്ടി കരഞ്ഞുപോയ ഒരു വലിയ സംഭവം നടക്കാൻ പോവുകയാണ്, കേട്ടോ. കൊച്ചാലം മൂടുകാരാ, അള്ളാന്റെ റസൂലിന്റെ മരുപൊന്നുപോലെ സ്വീകരിക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രവാ. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വവാഅത്തു റജുലൻ സവ്വാൽ, കർഷകനായ ഒരു പ്രിയപ്പെട്ട സഹോദരനെ ക്ഷണിക്കുകയാണ്. എന്നിട്ട് ആ സഹോദരനോട് പറഞ്ഞു, നമുക്ക് ഇദ്ഖർ പുല്ല് പറക്കാൻ പോയാലോ? ആ സഹോദരൻ പറഞ്ഞു, എങ്ങനെയാ പോകേണ്ടത്? ഒരുപാട് ദൂരത്തല്ലേ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, 2 ഒട്ടകം എനിക്കുണ്ട്. ഒന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് തന്നതാണ്. മറ്റൊന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അലിയാർ തങ്ങൾ പറയുന്ന മറ്റൊന്ന് ബദർ യുദ്ധത്തിൽ എനിക്ക് കിട്ടിയതാണ്. അതുകൊണ്ട് ആ ഒട്ടകവും കൊണ്ട് നമുക്ക് പോകാം. എന്നിട്ട് ഇദ്ഖർ പുല്ല് 2 കൊട്ടയിലേക്ക് ചെത്തി വെക്കാം. എന്നിട്ട് ഒട്ടകപ്പുറത്ത് കയറ്റിയിട്ട് നമുക്ക് കടന്നു വരാം. കമ്പോളത്തിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്യാ, ജോലി കൂലിക്ക് നിനക്ക് എന്തെങ്കിലും തരാ. ഇതെന്തിനാണ് തങ്ങളെ എന്ന് ചോദിക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് മണവാട്ടിയായി അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമയെ തരുമെന്ന് പറഞ്ഞപ്പോ ഞാൻ കരഞ്ഞുപോയി. എന്റെ ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വന്നാൽ എനിക്ക് കൊടുക്കാൻ ഒരു പത്തിരി ഉണ്ടാക്കാൻ എന്റെ കയ്യിൽ കാശില്ല. എന്റെ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് ഒരു വസ്ത്രം വാങ്ങി കൊടുക്കാൻ എന്റെ കയ്യിൽ കാശില്ല. പലിശത്തമ്പുരാക്കന്മാരുടെ ആസനം താങ്ങിയിട്ട് അതെ നിന്റെ കല്യാണം മാമാങ്കമായി ആഘോഷിക്കുന്ന ചെറുപ്പക്കാരാ, ആഖിറം മറക്കല്ല മോനെ, പരലോകം മറക്കല്ല പൊന്നു മോനെ. അലി റളിയല്ലാഹു അൻഹു 2 ഒട്ടകത്തെയും കൊണ്ട് ജോലിക്കാരനെയും കൊണ്ട് കമ്പോളത്തിലേക്ക് പോവുകയാ. മക്കളുടെ പർവ്വത നിരകൾ കടന്ന് ഇദ്ഖർ പുല്ലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് വരുത്തുകയാ. ഒട്ടകത്തെ മരുഭൂമിയുടെ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് ആ 2 പേരും കൂടിയിട്ട് പുല്ല് ചെത്താൻ വേണ്ടി ചെല്ലുകയാണ്. അല്ലാഹുവേ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മണിമാരനതാ പുല്ല് ചെത്തുകയാ. എന്നിട്ട് ഒട്ടകത്ത് തലയിൽ ചുമന്നുകൊണ്ട് ഒട്ടകത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് രംഗം നടന്നത്. അല്ലാഹുവേ, ആരംഭ റസൂൽ കൊടുത്ത ഒട്ടകമുണ്ടല്ലോ, ബദർ യുദ്ധത്തിൽ കിട്ടിയ ഒട്ടകമുണ്ടല്ലോ, ആ ഒട്ടകത്തെ ആരോ കഴുപ്പുറത്ത് കഷണമാക്കി കൊന്നിട്ടിരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു മുത്ത റസൂലിന്റെ മുമ്പിൽ പരാതി പറഞ്ഞപ്പോഴാണ് ഈ സംഭവം ലോകമറിയുന്നത്. ആ പുല്ലുകെട്ടിറക്കി വെച്ചിട്ട് റസൂലുള്ളാഹിയുടെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഫലം അംലിക ഐനയ്യ ഹീന റഅയ്തു യാ ഹബീബല്ലാഹ്. ആ ഒട്ടകം ചത്തു കിടക്കുന്ന കണ്ടപ്പോ, അതിനെ അറുത്തറപ്പിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ എന്റെ കണ്ണിനെയും എന്റെ മനസ്സിനെയും എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി തങ്ങളേ എന്നല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാ. എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയുന്നു, അല്ലാഹനെ മറന്നുകൊണ്ടുള്ള ആഘോഷത്തിന് രംഗത്ത് വരല്ലേ പൊന്നുമോനെ. നീ ചെയ്തത് അല്ലാഹു ചോദിക്കുന്നത് നിന്നോട് മാത്രമാണ്. നീ ചെയ്തത് ചോദിക്കുന്നത് നിന്നോട് മാത്രമാണ്. പാലോട് മുസ്ലിം ജമാഅത്തിൽ എപ്പോഴും നിസ്കരിക്കാൻ വന്നിരുന്ന 19 വയസ്സുള്ള ഷമീം എന്ന പൊന്നുമോന് ക്യാൻസർ വന്ന് മരിച്ചുപോയത് നിങ്ങളുടെ മുമ്പിൽ മിച്ചല്ലേ.
നിങ്ങളുടെ മുന്നിലൂടെ ഓടിച്ചാടി കളിച്ചിരുന്ന എന്താവശ്യത്തിന് ഓടി വരുന്ന മിഥിലാജ് എന്ന പൊന്നുമോൻ പോയത് നിങ്ങളുടെ മുമ്പിലല്ലേ? എത്രയോ പണം മുടക്കിയിട്ട് ക്യാൻസർ രോഗത്തിന് ചികിത്സ നേടിയ നസീബ് എന്ന് പറയുന്ന ആ വേങ്ങോട് എന്ന മഞ്ഞവലയിലേക്ക് വച്ചാലമൂടേക്ക് വരുമ്പോഴുള്ള ആ ചെറിയ വീടിനകത്ത് വരുന്നിരുന്ന നജീബ് എന്ന പൊന്നുമോന് മരിച്ചത് നിങ്ങളുടെ മുമ്പിലല്ലേ? ആരോടാണ് ഞാനിത് പറയുന്നത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയാത്ത ഒരു നിമിഷം പോലും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല, പൊന്നുമോനെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇബാദത്ത് ചെയ്തോ, ഖുർആൻ ഓദിക്കോ, സദഖ ചെയ്തോ, സ്വലാത്ത് ചൊല്ലിക്കോ, അല്ലാഹുവിന്റെ പൊരുത്തം നേടാൻ വേണ്ടി പരിശ്രമിച്ചോ. നിങ്ങൾക്കറിയോ, അലി റളിയല്ലാഹു അൻഹുവിന് കല്യാണം കിടന്നിട്ട് പോലും ദാരിദ്ര്യം തീർന്നില്ല. കഷ്ടപ്പാട് തന്നെയാ, പട്ടിണി തന്നെയാ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞു വേറെ ജീവിതത്തിന്റെ എത്രയോ സമയങ്ങളാ. നിങ്ങൾക്കറിയോ, അല്ലാഹുവിന്റെ റസൂൽ അലി റളിയല്ലാഹു അൻഹുവിന് സമ്മാനമായി കൊടുത്ത പ്രധാനപ്പെട്ട ഒരു വാളാണ് ദുൽഫുഖാർ എന്ന് പറയുന്ന വാള്. ഒരിക്കൽ മുഖം മൂടി വെച്ച ഒരാള്, മുഖം മൂടി വെച്ചിട്ടൊരാള് ചന്തയിൽ ദുൽഫുഖാർ എന്ന് പറയുന്ന വാള് കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുകയാണ്. ആ മുഖം മൂടി വെച്ചയാള് ചന്തയിൽ വന്നിട്ട് പറയുന്നു, ഇത് ദുൽഫുഖാർ എന്ന് പറയുന്ന വാളാണ്, ഇത് അലി റളിയല്ലാഹു അൻഹുവിന്റെ വാളാണ്. ഈ വാൾ ആവശ്യമുള്ളവര് വരിക, ഒരു നല്ല തുക തന്നാൽ ഈ വാള് ഞാൻ നിങ്ങൾക്ക് തരാ. ബഹുമാനപ്പെട്ട ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉപ്പ ആ വാൾ കണ്ടിട്ട് ഓടി വരികയാണ്. അല്ലാഹുവേ, ഇതെന്റെ അലിയാർ നിങ്ങളുടെ വാളല്ലേ, എന്റെ അലിയാർ ഞങ്ങളുടെ വാളല്ലേ? ആരാണ് ഇതിവിടെ കച്ചവടം ചെയ്യാൻ കൊണ്ടുവന്നത്? അലി റളിയല്ലാഹു അൻഹു ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന വാളാ. ഒരുപക്ഷെ അലി റളിയല്ലാഹു അൻഹു കാണാതെ കൊണ്ടുവന്നതാണോ? അലി റളിയല്ലാഹു അൻഹു അറിയാതെ മോഷ്ടിച്ചു കൊണ്ടുവന്നതാണോ? ആ വാളങ്ങോട്ട് വിൽക്കുന്ന മുഖം മൂടി വെച്ച ആളിന്റെ മുമ്പിൽ ഇബ്നു അർഖമിന്റെ പിതാവ് പോയിട്ട് പറഞ്ഞു, ആരടാണി മുഖം മൂടി അടിക്കുക? ആരടാണി? എന്റെ അലിയാര് നിങ്ങളുടെ ദുൽഫുഖാർ എന്ന് പറയുന്ന വാള് കമ്പോളത്തിൽ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യാൻ മാത്രം മോഷണ വിദഗ്ധനായ നീ ആരാന്ന് എനിക്കറിയണമെന്ന് പറയുമ്പോ ആ മുഖം മൂടി മാറ്റിയപ്പോ അല്ലാഹുവേ, അത് മഹാനായ അലി റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു. ഇബ്നു അർഖമിന്റെ വിരൽത്തുണ്ട് പിടിച്ചപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് പറയുന്നു, പുറത്തു പറയല്ലേ. ബഹുമാനപ്പെട്ടവരോട് ചലിയേ, നിങ്ങൾ എന്തിനാണ് ചെയ്തത് അലിയേ? ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടാൽ റസൂലുള്ളതെന്ന ഈ വാള് ഞാൻ നഷ്ടപ്പെടുത്തൂലാന്ന് പരസ്യമായി പറഞ്ഞ അലിയേ, ഈ വിലപ്പെട്ട വാള് വാങ്ങാൻ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെയുണ്ടല്ലോ, അതെന്തിനാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹിയുടെ കരളിന്റെ കഷണം എന്റെ വീട്ടിന്റെ അകത്ത് പട്ടിണിയായിട്ട് 8 ദിവസമായി. റസൂലുള്ളാഹിയുടെ പൊന്നുമോള് ആരൊക്കെ വന്ന് ചോദിച്ചു, എത്രയോ പണക്കാര് വന്ന് ചോദിച്ചു, എത്രയോ സൗന്ദര്യന്മാര് വന്ന് ചോദിച്ചു, എത്രയോ സമ്പന്നന്മാര് വന്ന് ചോദിച്ചു, മുത്ത് റസൂല് കൊടുത്തില്ലല്ലോ. ആ പൊന്നുമോള് എന്റെ വീട്ടിൽ പട്ടിണിയായിട്ട് 8 ദിവസമായി. കൊച്ചാലം മൂട്ടുള്ള പെങ്ങന്മാര് പട്ടിണി എറിഞ്ഞിട്ടുണ്ടോ? കൊച്ചാലം മൂട്ടിലുള്ള ചെറുപ്പക്കാര് പട്ടിണി എറിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ വാപ്പമാരറിഞ്ഞിട്ടുണ്ട്. യുവാക്കളെ, നമുക്ക് ഭക്ഷണം വാരി തരുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട വാപ്പ പട്ടിണിയായിരുന്നു, നമ്മളറിഞ്ഞില്ല. എന്റെ ഉമ്മ പോലും എന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നറിയുമോ? പൊന്നുപോലെ, ചെറിയ പ്രായത്തിൽ നിങ്ങൾക്കൊക്കെ ഞങ്ങൾ ഭക്ഷണം വാരി തരുമ്പോ അത് കഴിക്കാൻ അതിനേക്കാൾ ആർത്തിയുള്ള വിശപ്പ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ മക്കളല്ലേ അവര് വളരണമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ വാരി തന്നതാണ്. അമ്മമാരെ ഉപ്പമാരെ മറക്കല്ലേ മക്കളെ. അവരെ പൊരുത്തമില്ലാതെ റബീഉൽ നബിദിനമില്ല, ഉംറയില്ല, ഹജ്ജില്ല, നമസ്കാരമില്ല. അല്ലാഹുവേ, ഞങ്ങളുടെ പാവപ്പെട്ട ഉമ്മ, ഞങ്ങളുടെ പാവപ്പെട്ട വാപ്പ, അവർക്ക് നീ സ്വർഗം കൊടുക്കണയല്ല, അവർക്ക് നീ സ്വർഗം കൊടുക്കണയല്ല. ഈ മജ്‌ലിസിൽ വന്നിരിക്കുന്ന സഹോദരങ്ങൾക്ക് അവരുടെ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമായിട്ട് ദുആ എത്തിച്ചു കൊടുക്കണയല്ല. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിലൂടെ ആ കഷ്ടപ്പാട് ദാരിദ്ര്യം അനുഭവിച്ച അലിയാര് ഞങ്ങൾ പറയുകയോ, എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ 8 ദിവസം കൊണ്ട് പട്ടിണിയാ. കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല. ഞാനൊരു ഭർത്താവല്ലേ, ഒരു ഉത്തരവാദിത്വം വേണ്ടേ?
ഒരു കാരക്കയുടെ കീറ് പോലും എന്റെ ഫാത്തിമാക്ക് കഴിക്കാനില്ലാത്ത ഒരു അവസ്ഥ വന്നപ്പോഴാണ് എന്റെ മനോഹരമായ ആൾ കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചതെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുമ്പോ നമ്മൾ എത്രയോ സൗഭാഗ്യവാന്മാരാണ് ചെറുപ്പക്കാരാ, നമ്മൾ എത്രയോ ഭാഗ്യവതികളാണ് പെങ്ങളെ. ഒരുപാട് പണമുണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിക്കേണ്ട ചെറുപ്പക്കാരാ. കൊച്ചാലമ്മൂടിലെ പ്രിയപ്പെട്ട സംഘാടകർ ഇങ്ങനെ ഒരു പ്രോഗ്രാം വെക്കുമ്പോ നിങ്ങൾ പലരും പല സ്ഥലത്തിരുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതവർക്ക് പുട്ടടിക്കാനുള്ളതാണ്, അതവരുടെ പള്ള വിർപ്പിക്കാനുള്ളതാണ്, അതവർക്ക് പേരും പെരുമയും ഉണ്ടാക്കാനുള്ളതാണ്. ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് 3 പാവപ്പെട്ട പെൺമക്കളുടെ കല്യാണം അഭിമാനത്തോടെ അവർ നടത്തിയില്ലേ? അഭിമാനത്തോടെ നടത്തിയില്ലേ? അഭിമാനത്തോടെ നടത്തിയില്ലേ? ഞാൻ ബഹുമാനപ്പെട്ട നാസിമുദ്ദീൻ സാറിനോട് ഇന്ന് വൈകുന്നേരം ചോദിച്ചതാ, പാലോട് പള്ളിയെ കുറിച്ച് ഒരു അഭിമാനത്തോടെ നമ്മളൊക്കെ ചർച്ച ചെയ്തിരുന്നു. ഒരു പാവപ്പെട്ട സാധുവാര പെൺകുട്ടിയുടെ കല്യാണമോടെ സ്വലാത്ത് വാർഷികത്തിന് നടത്തിയപ്പോ പിന്നെ നടത്തിയില്ലേ എന്ന് ചോദിച്ചപ്പോ സാറ് പറഞ്ഞു പിന്നെ അതിനെ കുറിച്ച് ഒരു ആലോചന വന്നില്ല, ഒരു ചർച്ച വന്നില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു സാറേ തുടങ്ങണം. എന്റെ പ്രിയമുള്ളവരെ, ഒരു പേരിന് വേണ്ടിയിട്ടല്ല. സാധുക്കളായ ഒരു പെൺകുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് കൊച്ചാലമ്മൂട് വന്നിരിക്കുന്നവര് ചിലപ്പോ നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാവൂല. ഒരു പണമുള്ളയാളിന്റെയും ഒരു പണമില്ലാത്ത ആളിന്റെയും ഉദാഹരണം ഞാൻ പറഞ്ഞു തരട്ടെയോ? പണമുള്ള ആൾ ആരും അറിയുമോ? കിളിമാനൂർ ആത്മഹത്യ ചെയ്തുപോയ പ്രിയപ്പെട്ട സഹോദരിയെ കുറിച്ച് നിങ്ങൾക്കറിയുമല്ലോ. ഞാൻ ഒരുപാട് വിശദീകരിച്ചിട്ട് ആ കുടുംബത്തിന്റെ സങ്കടം കൂട്ടുന്നില്ല, അതിനെനിക്ക് താല്പര്യമില്ല. ആരെങ്കിലും മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ മണിക്കൂറുകളോളം അവരെ കുറിച്ച് പറഞ്ഞ് ഞാൻ സമയം കളയുന്നതല്ല. ഒരു ഗുണപാഠത്തിന് വേണ്ടി പണത്തെ ബഹുമാനിക്കുന്നവരോട്, പണം ഇഷ്ടപ്പെടുന്നവരോട് ശരീരം നിറച്ച് സ്വർണ്ണാഭരണങ്ങളിട്ട് കൊച്ചാലമ്മൂടിലൂടെ മഞ്ഞമലയിലൂടെ പോത്തുംകോടോട് ഞാനാണ് ഏറ്റവും വലിയ കോടീശ്വരി മഞ്ഞ നടക്കുന്ന പെണ്ണ്, നീ പഠിക്കാൻ വേണ്ടി പറയുകയാണ്. കിളിമാനൂർ കുടുംബത്തിൽപ്പെട്ട ആത്മഹത്യ ചെയ്ത പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയ പൊന്നാര ഇത്തയുണ്ടല്ലോ, ആ ഇത്താക്ക് പണത്തിന് വല്ല കുറവുണ്ടായിരുന്നോ? ഗൾഫിൽ ഭർത്താവ് നടത്തുന്ന വലിയ ബിസിനസ് സാമ്രാജ്യമുണ്ടല്ലോ, സാമ്പത്തികത്തിനൊരു കുറവുമില്ലായിരുന്നു. പക്ഷേ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്തോ ചില സാങ്കേതികമായ തകരാറുകൾ പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ തകരാറ് വന്നപ്പോ മനസ്സിന്റെ അകത്തേക്ക് ഇബ്ലീസ് കടന്നു ചെല്ലുകയാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നല് നീ തരല്ലേ അല്ലാ. മനസ്സിന്റെ അകത്ത് ഇബ്ലീസ് കടന്നു വന്നപ്പോ ആ ഉമ്മ വിചാരിച്ചതെന്തെന്നറിയോ? 3 മക്കളെയും കൊന്നിട്ട് മരിച്ചു കളയുക. പറഞ്ഞപ്പോലെത്ര എളുപ്പം, പറഞ്ഞപ്പോലെത്ര പെട്ടെന്ന് കഴിഞ്ഞു. 20 കൊല്ലമായി ഉസ്താദേ ഒരു കുഞ്ഞുണ്ടായില്ല, ദുആരക്കണം. എത്ര ആളുണ്ട് പറയാൻ? 25 കൊല്ലമായി ഉസ്താദേ കുഞ്ഞുങ്ങളെ കാണുമ്പോ ചങ്കുപൊട്ടുകയാണ്. എനിക്ക് അല്ലാഹു ഒരു കുഞ്ഞിനെ തന്നില്ല. എത്രയോ ആളുകളുണ്ട്, ഏത് മക്കാമ് കണ്ടാലും പോയി ദുആരക്കും, ആര് സ്വതക്ക ചോദിച്ചാലും കൊടുക്കും, ഏത് പള്ളിയിലും ദുആ ചെയ്യാ പൈസ കൊടുക്കും. അല്ലാഹുവേ, ഏത് ഡോക്ടറുടെ പേര് പറഞ്ഞാലും പോയി കാണിക്കും ഒരു കുഞ്ഞിന് വേണ്ടി. കുഞ്ഞിന്റെ വിലയേറിയില്ലല്ലോ. ഇബ്ലീസ് മനസ്സിന്റെ അകത്ത് കിടന്നാ പിന്നെ വേറെന്താണ് ചിന്തിക്കുക? 2 വയസ്സുള്ള പൊന്നുമോളെ എങ്ങനെയാണ് പുഴയിലേക്ക് എറിയാൻ തോന്നുക? ഞാനിന്ന് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഇന്നും പ്രസംഗമുണ്ടോ എന്ന് എന്റെ പൊന്നുമോ ചോദിച്ചു. ഒരു ദിവസം വീട്ടിൽ നിൽക്കാൻ കിട്ടിയ ദിവസം എന്റെ പ്രിയപ്പെട്ട കൊച്ചാലമ്മൂട് നജീബ് ഉൾപ്പെടെയുള്ള കൂട്ടുകാരോടുള്ള മഹബത്ത് കൊണ്ട് ആ ഒരു ദിവസം അവർക്ക് വേണ്ടി കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് എന്റെ മക്കളെ പോലും മറന്ന് 2-3 മണിക്കൂർ ഇവിടെ വന്ന് നിൽക്കാമെന്ന് തീരുമാനിച്ചത്. എനിക്കും അല്ലാഹുവിന്റെ കോടതിയിൽ എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ എന്ന് നിയത്ത് വെച്ചിട്ടാണ്. അല്ലാഹുവേ, 2.5 വയസ്സുള്ള ആ പ്രിയപ്പെട്ട പൊന്നുമോളെ പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയാൻ വേണ്ടി ആ പെണ്ണ് വന്നല്ലോ. 7 വയസ്സുള്ള 6 വയസ്സുള്ള 2 ആൺമക്കളെയും കൊണ്ടുവന്നു. മക്കളെ, ഉമ്മച്ചി ആദ്യം വാവയെടുത്ത് പുഴയിലേക്ക് എറിയും, അത് കഴിഞ്ഞിട്ട് ഉമ്മച്ചി ചാടും, പിന്നെ മക്കളെ നിങ്ങളും ചാടണം. ഇനി നമുക്ക് ജീവിക്കണ്ട മക്കളെ, നമുക്ക് ജീവിക്കണ്ട മക്കളെ. ജീവിതത്തിൽ വെള്ളം കണ്ടാ പേടിക്കുന്ന ആ മക്കൾ പറഞ്ഞു, ഉമ്മ ഞങ്ങളുടെ കുഞ്ഞുവാവേറിയല്ലേ ഉമ്മ, ഞങ്ങളുടെ കുഞ്ഞുവാവേറിയല്ലേ ഉമ്മ, ഞങ്ങളുടെ കുഞ്ഞുവാവേറിയല്ലേ ഉമ്മ. കുഞ്ഞുമക്കളെന്ന് പറഞ്ഞാൽ എത്ര സ്നേഹമാണ് പെങ്ങളെ, കുഞ്ഞുമക്കളെന്ന് പറഞ്ഞാൽ എത്ര ഇഷ്ടമാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ, ആ 2.5 വയസ്സുള്ള കുഞ്ഞിനെ താഴേക്ക് വലിച്ചെറിഞ്ഞത് ദാരിദ്ര്യം കൊണ്ടല്ല, പണമില്ലാത്തത് കൊണ്ടല്ല, കഷ്ടപ്പാട് കൊണ്ടല്ല. എന്റെ കൊച്ചാലമ്മൂട്ടിലെ പെണ്ണ് ഈമാൻ നഷ്ടപ്പെട്ടു പോയപ്പോ മനസ്സിന്റെ അകത്തേക്ക് ഇബ്ലീസ് കടന്നു എന്നിട്ട് നിർബന്ധിച്ചതാ. ആ കുഞ്ഞിനെ എന്നിട്ട് കൂടെ ഉമ്മയും ചാടി, ആ മക്കള് ചാടിയില്ല. അവര് പേടിച്ചു പോയി. ആളുകൾ കണ്ടിട്ട് ആ മക്കളെ രക്ഷപ്പെടുത്തിയല്ലോ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരം ജില്ലയിൽ 21 വയസ്സുള്ള വികലാംഗയായ പെണ്ണുമോൾ ആത്മഹത്യ ചെയ്തതെന്തിനാ?
വാപ്പയാണ് അവരെ നോക്കിയത്. വികലാംഗയായ മോളും വികലാംഗനായ മോനും. അല്ലാഹുവേ, വാപ്പച്ചിയാണ് നോക്കിയത്. വാപ്പ നെഞ്ചുവേദന വന്ന് മരിച്ചപ്പോ 21 വയസ്സുള്ള പൊന്നുമോള് കഴുത്തിൽ കുരുക്കിടുകയാണ്. എന്നിട്ട് കത്തെഴുതി വെച്ചു, ഇനി എന്നെ നോക്കാൻ ആളില്ല, ഇനി എന്നെ നോക്കാൻ ആളില്ല, ഇനി എന്നെ നോക്കാൻ ആളില്ല. അവിടെ പറയാൻ ചെറുപ്പക്കാരുണ്ടായില്ലോ. കൊച്ചാലമ്പൂട്ടിലെ സഹായ സമിതിയെ പോലെ ഞങ്ങളുണ്ട് പെങ്ങളെ, ഞങ്ങളുണ്ട് പെങ്ങളെ. വാപ്പ മരിച്ച യത്തീമിന് ഞങ്ങളുണ്ട്, ഞങ്ങൾ ഭക്ഷണം തരാ, ഞങ്ങൾ വീട് തരാ, ഞങ്ങൾ കെട്ടിക്കാ സ്വർണം തരാ, ഞങ്ങൾ ജോലി തരാ. അങ്ങനെ പറയാൻ ചങ്കൂറ്റമുള്ള ആൺമക്കളില്ലാതെ പോയ കേരളത്തിന്റെ തലസ്ഥാന നഗരിയില് 21 വയസ്സുള്ള പൊന്നുമോള് കഴുത്തിൽ കുരുക്കിട്ട് ആത്മഹത്യക്ക് മുമ്പ് എഴുതി വെച്ചു, എന്നെ നോക്കാനാടില്ല, ഞാൻ വികലാംഗയാണ്. കാമവെറിയന്മാരുടെ കാലഘട്ടത്തിൽ എന്റെ ശരീരം കടികന്മാരെ പോലെ കുത്തിവലിച്ചു കൊണ്ടുപോകുന്ന ആഭാസന്മാർക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കലാ എന്ന് പറഞ്ഞിട്ട് ആ വികലാംഗയായ പൊന്നുമോൾ ആത്മഹത്യ ചെയ്യുമ്പോ നടക്കാനായാത്ത ആ മയ്യത്തിന്റെ കാലിൽ പിടിച്ച തേങ്ങി കരഞ്ഞിട്ട് പറഞ്ഞു, എന്റെ പെങ്ങളെ ഞാനും കൂടി വരട്ടെ, ഞാനും കൂടി വരട്ടെ. അപ്പോഴാണ് അവിടെ വളർന്ന ചെറുപ്പക്കാർക്ക് ബോധമുണ്ടായത്. ഇന്ന് ആ വികലാംഗരായ ചെറുപ്പക്കാരൻ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വീടിന്റെ മുമ്പിൽ പിരിവെടുത്തിട്ട് ഒരു ചെറിയ കടയിട്ട് കൊടുത്തിരിക്കുകയാ. സോഡ നാരങ്ങ വെള്ളം കൊടുത്തിട്ട് മിഠായി കച്ചവടം നടത്തിയിട്ട് സിഗരറ്റ് വിറ്റിട്ട് കിട്ടുന്ന കാശ് കൊണ്ടവൻ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് ആദ്യമേ തീരുമാനിച്ചില്ല? ഒരപകടം നടന്നിട്ട് നിലവിളിച്ചിട്ട് കാര്യമില്ല, ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്തിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല. എന്റെ കൊച്ചാലമ്പൂട്ടിലെ ചെറുപ്പക്കാരോ, നൗഷാദ് ബാക്കവിയെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് എന്റെ ദുആവുണ്ട് പൊന്നുമോനെ. ഞാനെവിടെ പോയാലും മറക്കൂല. നിങ്ങൾ ഈ കാണിക്കുന്ന കാരുണ്യമുണ്ടല്ലോ, നിങ്ങൾ ഈ കാണിക്കുന്ന വാത്സല്യമുണ്ടല്ലോ, നിങ്ങൾ ഈ കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. പുതിയ പദ്ധതി എന്തെന്നറിയോ? എന്റെ കൊച്ചാലമ്മൂട് വന്നിരിക്കുന്നവരറിയുന്നത് നല്ലതാ. എത്രയോ മഹല്ലുകളുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത്, എത്രയോ സംഘടനകളുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത്. ആരും ചെയ്യാത്ത ഒരു വലിയ പദ്ധതിയുമായി, ലക്ഷക്കണക്കിന് രൂപയുടെ ബഡ്ജറ്റ് വരുന്ന പദ്ധതിയുമായി ഓട്ടോടിക്കുന്ന പാവപ്പെട്ട സംഘാടകർ, വിദ്യാർത്ഥികളായ സംഘാടകർ, കഷ്ടപ്പെടുന്നവർ, കടം കൊണ്ട് വലയുന്നവർ. എന്നാലും കുഴപ്പമില്ല, അല്ലാന്റെ കോടതിയുടെ രക്ഷപ്പെടാമല്ലോ എന്ന് പറഞ്ഞിറങ്ങി തിരിച്ചിരിക്കുകയാ. ഒരു 3-4 ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കലാ. കിടക്കാടമില്ല മക്കള്, മഴ പെയ്യുമ്പോ പേടിയാവുകയാ. പൊട്ടിക്കരഞ്ഞുകൊണ്ടാ കഴിയുന്നത്, വാടക കൊടുക്കാൻ പോലും തികയുന്നില്ല എന്ന് പറഞ്ഞ് വീടെന്ന് പറയുന്ന വലിയ സ്വപ്നം മനസ്സിന്റെ അകത്ത് കൊണ്ട് നടക്കുന്ന പാവപ്പെട്ട ഉമ്മയോട് വരെയെന്ന വാക്ക് കൊടുത്തിരിക്കുകയാ. ഉമ്മ, ഞങ്ങൾ വീട് വെച്ച് തരാം ഉമ്മ. 3 സെന്റ് സ്ഥലം ഒരു പഞ്ചായത്ത് പോലും ഇന്ന് വരെ കൊടുക്കാത്ത, ഒരു ഗവൺമെന്റ് പോലും ഇന്ന് വരെ കൊടുക്കാത്ത, ഒരു കോടീശ്വരം പോലും ഇന്ന് വരെ ചെയ്യാത്ത ആ ഒരു വലിയ കാരുണ്യത്തിന്റെ പദ്ധതിക്ക് വേണ്ടി കൊച്ചാലമ്പൂട്ടിലെ മക്കൾ ഇറങ്ങിയിരിക്കുകയാ. എന്റെ മുമ്പിൽ വന്നിരിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങളൊക്കെ പാവപ്പെട്ടവരാണെന്ന് എനിക്കറിയാ, നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ കൊടുക്കാൻ കഴിയൂലെന്ന് എനിക്കറിയാ. അതൊന്നും നിങ്ങളോട് നൗഷാദ് ചോദിക്കുന്നില്ല. നിങ്ങൾ കൊടുക്കുകയും കൊടുക്കാതിരിക്കുന്നതും അല്ലാഹുവുമായുള്ള നിങ്ങളുടെ ബന്ധമനുസരിച്ചാണ്. പക്ഷെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ വിഷയത്തിൽ എന്റെ ഉത്തരവാദിത്വം ഞാൻ പാലിച്ചു അല്ലോ എന്ന് ഉറപ്പിക്കാതെ എഴുന്നേറ്റ് പോകരുതെന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹു ഭാഗ്യം തരട്ടെ. നമ്മുടെ എല്ലാം കുടുംബജീവൻ അള്ളാഹു റാഹത്തിലാക്കട്ടെ. അൽഹംദുലില്ലാ. ആ 4 കാര്യം, 4 കൂട്ടരാരാണെന്നൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാം. ഒത്തിരി സമയമായി, ഇത്രയും നേരം വാദു പറയണമെന്ന് ആഗ്രഹിച്ചല്ല സ്റ്റേജിൽ കയറിയത്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളുടെ ഗൗരവവും വിഷയത്തിന്റെ വലിപ്പവും മനസ്സിലാക്കി അല്പം നീണ്ടുപോയി. എല്ലാവരും ക്ഷമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, 1 കളവ് പറയുന്നവരുമായി കൂട്ടുകൂടാനേ പാടില്ല മോനെ, കാരണം നിന്റെ പരലോകത്തെ അത് നഷ്ടപ്പെടുത്തുമെന്നാണ്. കളവ് പറയുക എന്നത് ചെറിയ കാര്യമല്ല, അതൊരു മനുഷ്യനെ വഞ്ചിക്കലാണ്, പറ്റിക്കലാണ്, അള്ളാഹുവിനെ തെറി വിളിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ നാവ് എന്തും പറയാൻ ഉള്ള ഒരു സാധനമായിട്ട് നാം കാണരുത്. സഹോദരിമാരും സഹോദരങ്ങളും വളരെ ശ്രദ്ധിക്കണം. ജീവൻ റൂഹ് പിരിയുന്ന ടൈമിൽ അത് പറയണമെങ്കിൽ ആ വിഷയത്തിന്റെ ഗൗരവം അത്ര വലുതാണ് എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കണം. രണ്ടാമത് ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, തന്റെ പ്രിയപ്പെട്ട മക്കളോട് മകനോട് സമയം പാഴാക്കുന്നവരോട് പിന്നെ കൂട്ടുകൂടാൻ പാടില്ല. സമയം പാഴാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഗെയിം കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക, വെറുതെ കടയിൽ വന്നിരിക്കുക, അതിനൊക്കെ ഒരു ടൈമുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ പോയാൽ നമുക്കത് വലിയ നഷ്ടമാണ്. ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിൽ 4 ആൺകുട്ടികളാണ്, 4 മക്കളാണ്. അതിൽ 3 മക്കൾക്കും
ഇപ്പോൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, ഉസ്താദ് എന്താ പോകുമ്പോൾ വേണ്ടത്, എന്ത് വേണ്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പൊരിഞ്ഞൊക്കെ തരും. അതില് എന്റെ മക്കൾക്ക് കളിക്കാൻ വേണ്ടി ടാബ് വാങ്ങിയത്. എല്ലാവർക്കും ഇപ്പൊ ടാബാണ് വലിയ ഇഷ്ടം. ഇരിക്കട്ടെ ഉസ്താദ് എന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞങ്ങളും അല്ലേ, ഞാൻ പണ്ട് ദീപാവലിക്ക് ഒരു പടക്കം വാങ്ങാൻ വേണ്ടി എന്തൊക്കെ വാപ്പാരെ നടിച്ചു മാറ്റിയെന്നുള്ള പോലെ അന്നൊന്നും ആരും ഒന്നും വാങ്ങിച്ചില്ല. അന്ന് നമുക്കിതൊന്നും അറിയില്ലല്ലോ. അപ്പൊ അന്ന് കിട്ടിയ ആ ടാബ് കൊണ്ടുവന്ന് മക്കൾക്ക് കൊടുത്തു. എല്ലാവർക്കും വലിയ സന്തോഷമായി. മക്കളൊന്നോ പൊന്നാരെ വാപ്പച്ച് കവളിൽ മുത്തണ അവിടെ ഒരു ബഹളമായിരുന്നു. ഒരു മാസം അത് കയ്യിൽ വെച്ച് പ്രവർത്തിപ്പിച്ചതേ ഉള്ളൂ. അപ്പോഴും തന്നെ ഏകദേശം അവരുടെ ജീവിതത്തിലെ സ്വഭാവമൊക്കെ മാറി തുടങ്ങി. ഗെയിമെന്ന് പറഞ്ഞാൽ ഒരു വലിയ ശക്തിയാണത്. നമ്മളെ നശിപ്പിക്കും എന്നുള്ളൊരു ഒരു സംശയം വേണ്ട. സർവ്വ മക്കളെ നശിപ്പിക്കും. ഗെയിമെന്ന് പറഞ്ഞാൽ ഓടിക്കൊണ്ടുവരിക, മറ്റൊരാൾ ഇടിക്കുന്ന ഗെയിം, വെടിവെച്ച് കൊല്ലുന്ന, ഇതൊക്കെയാണ്. അവരിങ്ങനെ ആലോചിക്കും, ഒരെണ്ണം വെച്ചു കൊടുത്താൽ വാപ്പ അങ്ങ് തീർന്നനെ. അങ്ങനെ ചിന്തിക്കും. ഈ മനസ്സിനകത്ത് വിഷം വളർന്നു വരും. വലിയ അപകടമാണ്. നമ്മൾ വിചാരിക്കും സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മക്കൾ കരയുമ്പോൾ ഇവിടെ കാണാൻ പോയില്ലടാ, കാണാൻ സമ്മതിക്കില്ല, എന്നാ ഉമ്മച്ചിരി മൊബൈലാണ്, അപ്പൊ മൊബൈൽ എടുത്തു കൊടുക്കും. മൊബൈലും കൊണ്ട് അവിടെ പോയിരിക്കും, നമ്മൾ സീരിയലും കണ്ടുകൊണ്ടിരിക്കും. അവന്റെ ജീവിതം പോയി, നമ്മളെ ജീവിതം പോയി. ഇത് രണ്ടും തീരും. അപ്പൊ അതുകൊണ്ട് ആ 3 മൊബൈലും വലിച്ചു പൊട്ടിച്ചു, തറയിലിട്ട് കൊടുക്കും. കാരണം മാറ്റി വെച്ചാൽ അവന്മാര് എന്റെ മക്കളല്ലേ, എവിടെ വെച്ചാലും അവന്മാർ അടിച്ചു മാറ്റും. വല്ലാഹി പൊട്ടിച്ചു. പൊട്ടിച്ചപ്പോ തൻസീർ ഉണ്ടായിരുന്നു അവിടെ. തൻസീർ വലിയ മൊബൈലുടെയൊക്കെ വേങ്ങോട്ടിട്ട് ആകെ പ്രയാസത്തിൽ നിൽക്കുകയാണ്. ഇപ്പൊ എങ്ങനെ ചെയ്യും, അടയ്ക്കാനും വയ്യ, തുറക്കാനും വയ്യ, ആകെ പ്രശ്നത്തില്ല. ആ പാവം പറഞ്ഞു, ഉസ്താദേ എന്റെ കടയെ കൊണ്ടൊന്ന് വിറ്റിരുന്നെങ്കിൽ എന്തായാലും ഒരു 10,000 രൂപ നീ കിട്ടിപ്പോയി. ഞാൻ പറഞ്ഞു എടുത്തോണ്ട് പോയിക്കോ. അങ്ങനെ കൊണ്ടുപോയി ബോഡിയൊക്കെ തട്ടി റെഡിയാക്കി ഒട്ടിച്ചൊക്കെ അവിടെ വെച്ചിരിക്കണം തോന്നുന്നു. അതിന് വാങ്ങിക്കണമെങ്കിൽ അവന്റെ വണ്ടയ്ക്ക് തന്നെ. അപ്പൊ ഇത് സംഭവം എന്താണെന്നറിയോ, ഇത് നമുക്കൊക്കെ ജീവിതത്തിൽ അല്ലേ, നമ്മുടെ മക്കളുടെ മനസ്സ് മാറുമ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മൾ മാറണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ അവരുടെ ആ വിഷമം നമ്മൾ മാറ്റി കൊടുക്കണം. അലി റളിയല്ലാഹു അൻഹു 3ാമത് തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറഞ്ഞു കൊടുത്തു, പിശുക്കന്മാരോട് കൂട്ടുകൂടാൻ പാടില്ല. 3 മണിക്കൂർ വാത് പറഞ്ഞ ഇന്നത്തെ സദസ്സില് ഇത്രയും കരഞ്ഞ് ഈ ചരിത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് 1 രൂപ ബക്കറ്റിലിടാത്ത ചില ആളുകൾ ഇതിന്റെ ഇടയിലുണ്ടാവും. ആലോചിച്ച് നോക്കിയേ, അവന്മാരെ എന്തിനു കൊള്ളാം? കുറ്റപ്പെടുത്തല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇപ്പോ എല്ലാരും നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ കയ്യിൽ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളെല്ലാവരും കാര്യമായിട്ട് സഹായിച്ചു, അൽഹംദുലില്ലാ. കൊടുക്കാത്തവർക്ക് ദേഷ്യം വന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മുടെ മനസ്സ് അലിഞ്ഞില്ലെങ്കിൽ, പാറ തോക്കുന്ന മനസ്സാണെങ്കിൽ പിന്നെ നമ്മളെ എന്തിനു കൊള്ളാമെന്ന് സ്വയം ചിന്തിക്കണം. അപ്പൊ ബാക്കി എല്ലാവരും കൊടുക്കട്ടെ, ഞാൻ ഇതിലൊന്നും പെട്ട ആളല്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വന്നാൽ ഇനിയുള്ള മജ്‌ലിസുകളിലെങ്കിലും അത് മാറ്റണം. ബക്കറ്റിലെങ്കിലും നമ്മളൊരു 10 രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ വിഭാഗത്തിൽ നിന്ന് രക്ഷപ്പെടൂല. ഇത് പരലോകം നഷ്ടപ്പെടുത്തുന്നതായതുകൊണ്ടാണ് ഈ ഗൗരവമുള്ള കാര്യം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. 4ാമത്തെ വിഷയം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അധർമ്മകാരികളുമായി കൂട്ടുകൂടരുത്. അധർമ്മകാരികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ധർമ്മമല്ലാത്തത് ചെയ്യുന്നത്. ഇപ്പൊ ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ ഇവിടെയുണ്ട്. ശബരിമല സീസണാണ്. ധർമ്മോ രക്ഷിതി രക്ഷിത, ധർമ്മത്തെ നീ രക്ഷിച്ചാൽ ധർമ്മം നിന്നെ രക്ഷിക്കുമെന്ന് പറയുന്ന മഹാഭാരതത്തിന്റെ അണികളാണ്. ചെരുപ്പില്ലാതെ മലയ്ക്ക് പോകുന്ന, ഒരുപാട് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഹൈന്ദവ മതത്തിന്റെ വേദം അംഗീകരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, കൊച്ചാലമൂട് മഞ്ഞവലയിലും ഒക്കെ. അപ്പോ ധർമ്മം നമ്മൾ ചെയ്യുക, നല്ലത് ചെയ്യുക, എപ്പോഴും ചീത്ത വിളിക്കുക, എപ്പോഴും കള്ളു കുടിക്കുക, എപ്പോഴും മോശത്തരം മാത്രം പറയുക, അങ്ങനെയുള്ളവരോട് കൂട്ടുകൂടിയ നമ്മളും അവരെ പോലെ ആയിപ്പോവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അൽഹംദുലില്ലാ, പടച്ചതും പുരാൻ ഈ സദസ്സ് അള്ളാഹു സ്വീകരിക്കുന്ന നല്ലൊരു സദസ്സാക്കട്ടെ. ദുആരക്കാൻ പോകുന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമായ ചരിത്രം പഠിച്ച് വഫാത്ത് പറഞ്ഞ, ഹൈബറും ബദറും ഒക്കെ പറഞ്ഞ ഈ പുണ്യ സദസ്സിൽ ഒരുപാട് മദ്ഹ് പാടി, ഒരുപാട് ചരിത്രം പറഞ്ഞു. അൽഹംദുലില്ലാ, അതൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ജീവിതത്തിന്റെ നേട്ടങ്ങൾക്ക് അള്ളാഹു ഒരു കാരണമാക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. സമയം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഏറെ പറയാനുണ്ട്, സമയം ഏറെ വൈകി. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും സഹോദരങ്ങളും എഴുന്നേറ്റ് നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു പുണ്യകർമ്മം, ഒരു അമലായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാന്റെ റസൂലിന്റെ അടുത്ത് ഇരിക്കുമ്പോൾ വഹിയുമായിട്ട് എന്ത് വഹിയുണ്ടെങ്കിലും ജിബ്രീൽ ഒന്ന് പറയും. പക്ഷേ വഹിയല്ലാത്ത അവസ്ഥയിൽ ഒരു മലക്ക് പ്രവാചകരുടെ മുന്നിലേക്ക് വന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാന്റെ റസൂൽ ചോദിച്ചു, ഈ മലക്ക് എന്തിനാണ് ഇപ്പോൾ വന്നത്? അള്ളാന്റെ റസൂലിനോട് ജിബ്രീൽ പറഞ്ഞു, ഇത് ഒരു പ്രത്യേക കാര്യം അങ്ങയെ അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോ എന്താണ് ആ കാര്യം? ആ വന്ന മലക്ക് പറഞ്ഞു, അങ്ങയെ അള്ളാഹു 2 പ്രകാശത്തിന്റെ ഉടമയാക്കി എന്ന് പറയാൻ പറഞ്ഞു. അങ്ങയെ അള്ളാഹു 2 പ്രകാശത്തിന്റെ ഉടമയാക്കി എന്ന് പറയാൻ പറഞ്ഞു. ആ 2 പ്രകാശം വിശ്വാസികളുടെ ജീവിതത്തിൽ ദുആ സ്വീകരിക്കും.
സ്വീകരിക്കുന്നതിന് ഒരു കാരണമാണ് എന്ന് പറയാൻ പറഞ്ഞു. ആ രണ്ട് പ്രകാശം ഏതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രിയപ്പെട്ട മലക്കിനോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ രണ്ട് ഭാഗമാണ് പറഞ്ഞത്. ആ രണ്ട് ഭാഗം നിങ്ങളുടെ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ അത് നിങ്ങൾ ബന്ധപ്പെടുത്തി നിങ്ങളുടെ പ്രാർത്ഥനകളിൽ, നിങ്ങളുടെ നമസ്കാരത്തിന്റെ ദുആകളിൽ, നിങ്ങളുടെ അമലുകളിൽ ആ രണ്ട് ഭാഗത്തെ ബന്ധപ്പെടുത്തി വെച്ചാൽ നിങ്ങളുടെ ദുആ സ്വീകരിക്കുന്നതിന് ഒരു 90% സാധ്യത കൂടുതലാണ്. നമ്മൾ ചെയ്യുന്ന കാര്യം അല്ലാഹു സ്വീകരിക്കണം. മജ്ലിസുകൾ ദുആ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ പ്രഭാഷണവും പ്രസംഗവും ഈ മേഖലയൊക്കെ ഇങ്ങനെ നിന്നു പോവുക. അപ്പൊ നിങ്ങൾ ഇത്രയും ആളുകളുടെ ദുആ അതിനൊരു വലിയ ബറക്കത്തും പുണ്യവുമാണ്. ഈ രണ്ട് പ്രകാശം മുത്ത് റസൂലിന് അല്ലാഹു കൊടുത്ത രണ്ട് പ്രകാശം, ഒന്ന് സൂറത്തുൽ ഫാത്തിഹയാണ്. ഫാത്തിഹ നമ്മൾ ഇന്നും ഓതി ഒരു ദുആ നമ്മുടെ വീട്ടിൽ ഉറങ്ങുന്നതിന് മുമ്പ് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് കട്ടിലിരുന്നിട്ട് ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യണം. മക്കളെ അത് ശീലിപ്പിക്കണം. വേറൊന്നും ഉണ്ടാവൂല നമ്മുടെ ജീവിതത്തിൽ. ഞാൻ എൻ്റെ കണ്ണ് വയ്യാതെ വീട്ടിലിരുന്നപ്പോൾ എൻ്റെ മൂത്തവൻ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, കണ്ണ് വേദന ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. കാരണം ദുനിയാവിലല്ല മോനെ ചോദിക്കേണ്ടത്, മരണപ്പെട്ട് നമ്മെ കവറിൻ്റെ അകത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് മുകളിൽ നിൽക്കുമ്പോൾ തോന്നണം, അപ്പാക്ക് ഇപ്പോൾ വേദന ഉണ്ടാവോ, മലക്കൾ വന്നിട്ടുണ്ടാവോ, അള്ളാഹു ഇനി നേരിട്ട് കാണാൻ പറ്റൂലല്ലോ. ആ ഒരു ആശങ്ക നമ്മുടെ മക്കളുടെ കൽബിലുണ്ടെങ്കിൽ ദുആ ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴേ ആ ഒരു ബന്ധം ഉണ്ടാവുള്ളൂ. ഒന്ന് സൂറത്തുൽ ഫാത്തിഹ, മറ്റൊന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗമാണ് ആമന റസൂലു ബിമാ ഉൻസില എന്ന് തുടങ്ങുന്ന ആ ഭാഗം. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ചെറിയൊരു സംഭവം അല്ലത്. വലിയ ഇഷ്ടമാണ് ഇവിടച്ചവന്. ഫാത്തിഹന്റെ കൂടെ അതും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഓതാൻ പറ്റിയാൽ വലിയ നേട്ടമാണ്. ഇതൊക്കെ നമ്മൾ ഓതുന്നത് നമുക്ക് തന്നെ കിട്ടുള്ളൂ. അള്ളാഹു തആല വിജയിപ്പിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മൗലിദ് ഉണ്ടായിരുന്നു, അന്ന് ഘോഷയാത്ര ഉണ്ടായിരുന്നു, അന്ന് മിഠായി കൊടുത്തോ, അന്ന് ജഡ്ജസ് മാർക്കിടാൻ പോയോ, അന്ന് തോരണം കിട്ടിയോ എന്ന് ചോദിച്ച് വിഡ്ഢികളെ പോലെ സമയം കളയാതെ യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങളെങ്കിൽ പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ ഈ ആഘോഷം എനിക്ക് അള്ളാഹുവിന് കൊടുക്കാനുള്ള ഒരു വിശ്വാസമാണ്, എൻ്റെ മുത്ത് റസൂലിനെ സമർപ്പിക്കാനുള്ളതാണെന്ന പൂർണ്ണമായ ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പൊ നിങ്ങൾ പറയും, മരിച്ച ദിവസമല്ലേ റബീഉൽ അവ്വൽ 12, അന്ന് എങ്ങനെ മുട്ടായി കൊടുക്കും? നിങ്ങൾ ചിന്തിച്ചു, എത്ര വിഡ്ഢിത്തരമാണ്. ഒരാളും മരിച്ചാൽ 3 ദിവസത്തിൽ കൂടുതൽ സങ്കടപ്പെട്ടിരിക്കാൻ പാടില്ല. ഭർത്താവ് മരിച്ചാൽ ഭാര്യ 4 മാസം 10 ദിവസം ഇരിക്കും. ബാക്കി ആര് മരിച്ചാലും, ഞാൻ മരിച്ചാൽ എൻ്റെ മക്കൾ 3 ദിവസത്തിൽ കൂടുതൽ സങ്കടപ്പെട്ട മക്കൾക്ക് ശിക്ഷയുണ്ട് അല്ലാഹുവിന്റെ കോടതി. ചെറിയ കാര്യമൊന്നുമില്ല, ചുമ്മാ കരഞ്ഞോണ്ട് നടന്നാൽ മതി, ജീവിക്കണ്ടേ. അപ്പോ അങ്ങനെ സങ്കടപ്പെടാൻ പാടില്ല. മരിച്ചാൽ സങ്കടപ്പെടേണ്ടത് ആകെ 3 ദിവസമാണ്. അല്ലാതെ കാലാകാല റസൂലുള്ളാഹി വഫാത്തായി എന്ന് പറഞ്ഞിട്ട് ആണ്ട് നേർച്ച നടത്തിയിട്ട് പൊട്ടിക്കരാനല്ല ഇസ്ലാം പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പ മരിക്കുമ്പോ ആണ്ട് നടത്തിയിട്ട് യാസീനും മൗലൂദും സ്വലാത്തും ഓതി ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ വാപ്പാടെ കാര്യം പറയുമ്പോ കരയും. അതല്ലാതെ അതൊരു ദുഃഖ ആചരണമല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുന്നു, സാധാരണ ആളുകളുടെ ക്വാളിറ്റി വെച്ചിട്ട് ഒരിക്കലും റസൂലുള്ളാഹിയെ കുറിച്ച് ചർച്ച നടത്തരുത്. അത് ഈമാനില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. ഇന്ന് കുറെ ആളുകൾ മൗലിദ് ഓതുന്നതിന് തെളിവുണ്ടെങ്കിൽ 1.5 ഏക്കർ വസ്തു ഞാൻ എൻ്റെ വീട്ടിന്റെ താഴെ നിന്ന് എഴുതി തരാം, എൻ്റെ വാപ്പ വാങ്ങിയിട്ടിരിക്കല്ലേ വീട്ടിന്റെ താഴെ, കണ്ടോ എൻ്റെ വസ്തു എഴുതി കൊടുക്കാൻ. എന്നിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ മത്സരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് തട്ടിക്കളിക്കാനുള്ള ബോളല്ല. നമ്മൾ അറിഞ്ഞിട്ടില്ല. മദീനയിൽ ഒരു സൂഫിയായ മനുഷ്യനുണ്ട്, 15 വർഷം കൊണ്ട് അവിടെ താമസിക്കും. ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രമേ മദീനയുടെ കുബ്ബ കണ്ടിട്ടുള്ളൂ, നോക്കിയിട്ടില്ല. അതിന്റെ നിറമെന്തെന്നറിയാൻ വേണ്ടി ഒന്ന് നോക്കിയതാണ് ഉസ്താദെ, പിന്നെ നോക്കിയിട്ടില്ല. നിങ്ങൾ ഇവിടെ കഴിയല്ലേ, എത്ര സന്തോഷമാണ്, കണ്ടുകൂടെ എന്ന് ചോദിച്ചപ്പോൾ പറയാ, എൻ്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന ഈ മണ്ണിൽ നിന്നും മുഖം ഇങ്ങനെ ഉയർത്തി മുകളിലേക്ക് നോക്കുന്നത് പോലും എനിക്ക് പേടിയാണ്, അതപകേടാവൂലേ എന്നുള്ള സങ്കടമാണ്. അങ്ങനെ പറയുന്ന സ്വാലിഹീങ്ങളുടെ ലോകത്ത് എങ്ങനെ കഴിയുന്നു നമുക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? ഇമാമിങ്ങളെക്കാളും വലിയ ആളായി, ഔലിയാക്കളെക്കാളും വലിയ ആളായി, എവിടെ നിന്നെങ്കിലും കുറച്ച് മലയാളവും പഠിച്ചിട്ട് അങ്ങോട്ട് കയറി വന്ന് വിടുവായിത്തരങ്ങൾ പറയാം. അത് കേൾക്കാൻ ഇതിനൊന്നും താല്പര്യമില്ല. മൗലിദിന് പൈസ കൊടുക്കാനില്ല, മൂലിയാക്കന്മാരെ ഇഷ്ടമല്ല, പള്ളിക്കാരുമായിട്ട് ഇഷ്ടമല്ല, അങ്ങനെ കുറച്ച് പഹയന്മാർ അവരെ കൂടെ ചെന്ന് ഇങ്ങനെ ഇരുന്നോളൂ, ഇങ്ങനെ ഉണ്ടക്കണ്ണും വെച്ച്. നിങ്ങൾ അതിൽ പെട്ടുപോകരുത്. അത്ര വെറുപ്പുള്ളതുകൊണ്ട് പറയാ, നമ്മുടെ ദീൻ അവർ കാർന്ന് തിന്ന് നശിപ്പിക്കും, അവസാനം ഒന്നും ഉണ്ടാവൂല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ.
അതുകൊണ്ട് എന്റെ സഹോദരിമാരോട് പറയുന്നു, ഉറപ്പിച്ചു നിർത്തണം. ഈ ഉസ്താദുമാരൊക്കെ വെള്ളിയാഴ്ച പറയുന്നതൊക്കെ നമ്മുടെ ഇക്കമാര് കേൾക്കണമെങ്കിൽ നേരത്തെ പള്ളി പറഞ്ഞു വിടണം, മക്കളെ നേരത്തെ പള്ളി വിടണം, നല്ല ദീനുണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പലർക്കും ഇങ്ങനെ കാര്യങ്ങളോടൊരു താല്പര്യക്കുറവാണ്. പലരും ഇപ്പൊ വിചാരിക്കും ഇയാൾ ഇതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കുന്നത് തന്നെ നമ്മുടെ മനസ്സിലെ ഈമാൻ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ചില ആളുകൾ വിചാരിക്കും ഉസ്താദ് അത് പറഞ്ഞത് കാര്യമായി, അൽഹംദുലില്ലാ അവന്റെ ഈമാൻ അവിടെ തന്നെ ഉണ്ട് എന്നതിന്റെ തെളിവാണ്. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا واعف عنا يا كريم يا رحيم يا الله. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم صل وسلم على رسولك سيدنا محمد خير خلقه ونور عرشه وعلى آله وصحبه وبارك وسلم عليه يا أول الأولين يا آخر الآخرين يا ذا القوة المتين يا راحم المساكين. കരുണക്കടലായ പടച്ചവനെ, അർഹമർ റഹീമായ അല്ലാഹുവേ, ദയാലുവായ പടച്ചവനെ, രാജസയ്യിദായ റബ്ബേ, ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ. ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പൊറുക്കണേ അല്ലാ. അല്ലാഹുവേ, ചെയ്ത പാപങ്ങളൊക്കെ പുറത്ത് പാപമില്ലാത്ത ജീവിതം നടത്താൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ മനസ്സിന്റെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. വീടില്ലാത്തവരുണ്ട് റബ്ബേ, നീ വീട് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ സദസ്സിന്റെ ഒന്നാമത് ഞങ്ങളെ പ്രതിഫലം എത്തേണ്ടത് ഞങ്ങളുടെ ഉമ്മാക്കാണ് പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളെ പ്രസവിച്ചു വേദനയോടെ പ്രതിസന്ധി ഘട്ടങ്ങളൊന്നും അറിയിക്കാതെ ഒരു നൊമ്പരവും ഞങ്ങളോട് പറയാതെ ഞങ്ങളെ ഓമനത്വത്തോടെ വളർത്തിക്കൊണ്ടുവന്ന ഉമ്മ. അല്ലാഹുവേ, ഞങ്ങൾ ചെറിയ പ്രായത്തെ റൂമിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് ഞങ്ങളൊന്ന് കരഞ്ഞാൽ ഉമ്മയുടെ കയ്യിൽ എന്തൊക്കെ ഇരുന്നാലും എന്ത് ജോലിയാണെങ്കിലും അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പൊന്നുമോനെ എന്ന് പറഞ്ഞോടി വന്ന് ഞങ്ങളെ വാരിയെടുത്ത് ഞങ്ങൾക്ക് മുത്തം തന്നെ ഞങ്ങളുടെ പൊന്നാര ഉമ്മ കരയുമ്പോ തിരിഞ്ഞു നടക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റല്ല റബ്ബേ. മോനെ എന്ന് വിളിച്ചു കരയുമ്പോ പോ തള്ളയെന്ന് പറഞ്ഞ് ചവിട്ടിക്കളഞ്ഞിട്ട് പോകുന്ന കഴുതകളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ, ഇവിടെ വന്ന മക്കളെയും ഞങ്ങളെയും നീ പെടുത്തിക്കളയല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ. എത്ര കഷ്ടപ്പാടാണ് മക്കളെ വളർത്താൻ. ഞങ്ങളുടെ ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഉപ്പ ചോറ് വാരി തരുമ്പോഴും ഞങ്ങൾ അറിഞ്ഞില്ല പടച്ചവനെ ഉപ്പ പട്ടിണിയാണെന്ന്. അല്ലാഹുവേ, ഞങ്ങളുടെ ഉപ്പാക്ക് നീ സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. ഞങ്ങൾ നന്നാകാൻ വേണ്ടി ഞങ്ങളെ വഴക്കു പറഞ്ഞ് ഞങ്ങളെ അടിച്ച രാത്രിയിൽ ഞങ്ങൾ കണ്ണീരോടെ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന് അടിച്ച സ്ഥലം തടകിയിട്ട് കവിളത്ത് മുത്തം തന്ന് പൊട്ടിക്കരഞ്ഞ ഞങ്ങളുടെ പൊന്നാര ഉപ്പാക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉസ്താദുമാര്, മൂന്നാമത് പറയാനുള്ളത് ഞങ്ങളുടെ ഉസ്താദുമാരാണ്, നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഞങ്ങൾ എത്ര വളർന്നാലും എത്ര ഉയർന്നാലും ഞങ്ങളുടെ ഉസ്താദിന്റെ കാൽച്ചോട്ടിന്റെ മണൽത്തരികളെ പോലെ വിനയാന്വിതരാക്കി അവരുടെ മുന്നിൽ ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് ചെറുകിഴൻ വെറുബാക്കി ഉസ്താദ്, ഇവിടെ ഇരിക്കുന്ന പലരുടെയും ഉസ്താദ് ബഹുമാനപ്പെട്ട അബ്ദുറഹീം ഉസ്താദ്, ഇവിടത്തെ പലരുടെയും മറ്റു പ്രിയപ്പെട്ട ഗുരുനാഥന്മാര്, അല്ലാഹുവേ പടച്ചവനെ, ബഹുമാനപ്പെട്ട ഇവിടുത്തെ ഉസ്താദിന്റെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഉസ്താദിന്റെ ഉപ്പയായ പ്രിയപ്പെട്ട ഉസ്താദ്, അല്ലാഹുവേ പടച്ചവനെ, അങ്ങനെ പ്രിയപ്പെട്ട ഗുരുവര്യന്മാര്, വലിയ വലിയ പണ്ഡിതന്മാര്, അല്ലാഹുവേ ഹസൻ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള വലിയ ഗുരുവര്യന്മാര്, അല്ലാഹുവേ അവരൊക്കെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാർക്ക് ദീർഘായുസും ആരോഗ്യം ആഫിയത്തും കൊടുക്കണേ അല്ലാ. പടച്ചവനെ, വടക്കൻ മലബാറിൽ എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനായ സമസ്തയുടെ മുശാവറംഗമാരെ കാപ്പിലും ഉസ്താദ് ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ തമ്പുരാനെ. മൺമറഞ്ഞു പോലെ ഉസ്താദുമാരുടെ മുഖം പരിശോധിക്കുമ്പോ ആദ്യമായി തെളിഞ്ഞു വരുന്ന ബഹുമാനപ്പെട്ട കരീം ഉസ്താദ്, അല്ലാഹുവേ, ഇനി ഞങ്ങൾക്കൊരു കരീം ഉസ്താദ് ഇല്ലല്ലോ, ഇനി പകരം വെക്കാൻ ആളില്ലല്ലോ. മറക്കില്ല പടച്ചവനെ, എത്ര വർഷമായി ഞങ്ങളുടെ മനസ്സിൽ
തീരുമായില്ല തമ്പുരാനെ. അല്ലാഹുവേ, ആ ഖബറിലേക്ക് ഈ പാവപ്പെട്ട ജാഹിലീങ്ങളുടെ ഞങ്ങളുടെ മജ്‌ലിസിന്റെ ദുആ ഒരു സമ്മാനമായി എത്തിച്ചു കൊടുക്കണേ അല്ലാ. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഇൽമിൽ നീ ബറക്കത്ത് തരണേ അല്ലാ. ഇൽമിനെ ആഫിയാക്കണേ അല്ലാ. ഈമാൻ കാമിലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, വെള്ളാഞ്ചിറ അറബി കോളേജിന്റെ തിരുമുമ്പിലെ മണവാളനായി കിടക്കുന്ന യൂസുഫ് ഉസ്താദ്, അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് യതീമക്കളെ സ്നേഹിച്ചിരുന്ന ആ സ്ഥാപനത്തിലെ മക്കളും പട്ടിണി കിടക്കാതെ പൊന്നുപോലെ കാത്തുകൊണ്ടുവന്നു ആ ഉസ്താദിന്റെ ഖബർ അല്ലാഹുവേ സ്വർഗീയ ഭക്ഷണം, സ്വർഗീയ അലങ്കാരം, സ്വർഗീയ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണേ അല്ലാ. കോയ ഉസ്താദ് ഉൾപ്പെടെ, തഴവ ഉസ്താദ് ഉൾപ്പെടെ അല്ലാഹുവേ പടച്ചവനെ, മരണപ്പെട്ടു പോയ പണ്ഡിതന്മാര് പറയാ ഞങ്ങൾക്ക് വാക്ക് കിട്ടുന്നില്ല, നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഫലസ്തീന്റെ മണ്ണിൽ കഷ്ടപ്പെടുന്നവരെ മോചിപ്പിക്കണേ തമ്പുരാനെ. മസ്ജിദുൽ അഖ്സ, ബാബരി ഉൾപ്പെടെ നഷ്ടപ്പെട്ടത് ഈ സമുദായത്തിന് തിരിച്ചു തരണേ അല്ലാ. മദ്രാസ് പോലെ ദുരന്തങ്ങളിൽപ്പെട്ട് മാരക രോഗങ്ങൾ ഭയന്ന് കഴിയുന്ന പാവപ്പെട്ടവരെ സഹായിക്കണേ അല്ലാ. ഞങ്ങളുടെ നാട്ടിലെ കലാപവും കലുഷിത അന്തരീക്ഷങ്ങളും പ്രശ്നങ്ങളും അദാബുകളും പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഇറക്കല്ലേ അല്ലാ. ഈ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ദുആ ചെയ്യാൻ എഴുതി തന്ന മുഴുവൻ ആളുകളുടെയും മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. നല്ല ശബ്ദവും നല്ല വെളിച്ചവും ഈ സരസിൽ തന്ന മൈക്ക് സെറ്റിന്റെ പ്രവർത്തകർ, സ്റ്റേജ് കെട്ടിയവർ, കസേര പറക്കിയവർ, പബ്ലിസിറ്റി ചെയ്തവർ, ഓടി നടന്നവർ, വിയർപ്പൊടുക്കിയവർ, എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. എത്രയും പെട്ടെന്ന് 4 കുടുംബത്തിന് വീട് വെച്ചു കൊടുത്ത് അത് അവരുടെ പേരിലേക്കാക്കി കൊടുത്തു സമാധാനത്തോടെ അല്ലാഹുവിന്റെ സ്വർഗം വാങ്ങാൻ 4 കുടുംബം സാക്ഷി പറയുന്ന സൗഭാഗ്യം ഈ സദസ്സിൽ വന്ന മുഴുവൻ ആളുകൾക്കും നീ കൊടുക്കണേ അല്ലാ. 20 ജുസു ഹിഫ്ള് പഠിച്ച പൊന്നുമോൻ ഈ സദസ്സിലുണ്ട്, ഹാഫിളാക്കണേ അല്ലാ. ഇൽമ പഠിക്കുന്നവർ, പഠിക്കാൻ പരിശ്രമിക്കുന്നവർ, ജോലി ചെയ്യുന്നവർ, വണ്ടി ഓടിക്കുന്നവർ, കൂലിവേലക്കാർ, കച്ചവടക്കാർ, പല ബിസിനസ് മേഖലകൾ എന്താണോ അതിലൊക്കെ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർനാ യാ ഖൈറൻ നാസിരീൻ വർഹംനാ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.